അടിച്ചിട്ട് ഇങ്ങനെ ചെവിയൊക്കെ പൊട്ടി ബ്ലഡൊക്കെ വന്ന് അതിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ എടുക്കേണ്ടി വന്ന കേസുണ്ട്. അമ്മയെ ഉപദ്രവിച്ചിട്ട് എന്ന് വെച്ചാൽ ഫിസിക്കൽ വയലൻസ്, ശരിക്കും ഫിസിക്കലി അടിക്കുന്ന മടി കൊണ്ട് വേദനിച്ച് അതേപോലെ വരേണ്ടി വന്നവരുണ്ട്. അപ്പൊ ഇവർക്കൊരു കുറച്ചിലായിരിക്കും, ഒരു ആണായിട്ട് നീ പെണ്ണിന്റെ അടികൊണ്ട് വന്നോ. മെയിൽസ് ഓൾസോ സ്ട്രഗിൾ അ ലോട്ട്. ഐ തിങ്ക് മെയിൽസ് അവരുടെ ഫ്രണ്ട്സിനോട് പോലും ഡിസ്കസ് ചെയ്യില്ല. ഫീമെയിൽസ് ആർ മോർ വെരി സോഫ്റ്റ് സെന്റേർഡ്, സോഫ്റ്റ് കോർണേർഡ്. അപ്പൊ ക്ലോസ് ഫ്രണ്ട്സിനോട് നാണക്കേട് ഇല്ല ഇല്ല. പക്ഷെ ഇവർക്ക് ഭയങ്കരമായിട്ട് നാണക്കേട്. അതായിരിക്കാം കേരളത്തില് മെയിൽ സൂയിസൈഡ് റേറ്റ് കൂടുതലാണ്. പക്ഷെ ആ കുട്ടികളെ ആ അമ്മയും പറയും ആത്മഹത്യ ചെയ്യുമെന്ന് എന്നെ ഭയപ്പെടുത്തും. ഞാൻ ഇപ്പം മീഡിയ വിളിക്കും, ഞാൻ കേട്ടിട്ടിരിക്കാൻ പറ്റുന്നില്ല. മേഡം എങ്ങനെയെങ്കിലും എനിക്ക് ഡിവോഴ്സ് വാങ്ങിച്ചു തന്നാൽ മതി, കൊച്ചുങ്ങളെ കൊണ്ട് ഞാൻ പൊയ്ക്കോളാം. കുട്ടികളെ ചെറുതിലെ ഫാദർ ഉപദ്രവിച്ചു. അത് കഴിഞ്ഞ് ഈ കുട്ടികൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മയും കൊണ്ടൊന്നും ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. ലവ് മാരേജ് ആണോ വർക്ക് ആവുന്നത്, അറേഞ്ച് മാരേജ് ആണോ വർക്ക് ആവുന്നത്? പേഴ്സണലി പറയുകയാണെങ്കിൽ ഐ ഓൾവേസ് സപ്പോർട്ട് ലവ് മാരേജ്. അല്ലാതെ ഒരു ലീഗൽ അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലവ് മാരേജ് എന്നോ അറേഞ്ച് മാരേജ് എന്നോ ഇല്ല, ഓൺലി മാരേജ്. ഹോമോസെക്ഷൽ ആൻഡ് ഏസെക്ഷൽ അങ്ങനത്തെ റിലേഷൻഷിപ്പിലോട്ട് പോകാം. ഫാമിലി കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ പോലും ഫാമിലി സപ്പോർട്ട് ഇല്ല എങ്കിൽ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ നാടി പോകുന്നത്. കുറച്ചൊക്കെ ആൾക്കാർ മാറി തുടങ്ങി, വേറെ എന്തെങ്കിലും അനുഭവിക്കുന്നതിനേക്കാളും നല്ലത് ഹാപ്പി ആയിട്ടിരിക്കുന്നതാണെന്ന് ചിന്ത വന്നു തുടങ്ങി. പണ്ട് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസ് വരും. അപ്പൊ ഞാനിത് പോകില്ല, ഞാൻ സീനിയർ ആയിരുന്നു, എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെയാണ്. ഇതൊക്കെ ഇത് വേറെ ജീവിച്ചു കൊടുക്കും. സീനിയർ പറഞ്ഞ പ്രൊഫഷൻ, നീ അവർക്ക് വേണ്ടി നിൽക്കുകയാണ്, അപ്പൊ അവർക്ക് വേണ്ടി നിൽക്കുക. നിങ്ങൾ നിന്റെ മനസ്സിൽ അവരെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവരുടെ കൂടെ നിൽക്കുക. പിന്നെ ഈ പറയുന്ന ഗ്രേഡിയൻ മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. Explore Louis Mart's latest collection of stylish and affordable bags, perfect for school, travel, and daily use. Check out their link for trendy designs. Hello everyone, ellarkum namaskaram. Njan Shayana and welcome to another episode of T-Shirt Cafe. Innathe nammade guest oru well-renowned advocate aanu. With over 26 years of experience, she has been excelling her cases. Let's hear from her story, her struggles, and are marriages really made in heaven? Let's discuss. Friends, please welcome Advocate Shaila Rani. Welcome to the show, ma'am. Hi, Shaila. It's such an honor to have you in the studio today. So much. So, ma'am, നമുക്ക് മാമിന്റെ ജേർണിന്ന് തുടങ്ങാം. മാം എങ്ങനെയാ സെലക്ട് ചെയ്ത ഈ ലൈൻ ഓഫ് പ്രൊഫഷൻ? എങ്ങനെയാണ് ഫ്രം ജേർണി ഫ്രം ഷൈല റാണി ടു അഡ്വക്കേറ്റ് ഷൈല റാണി? ഞാൻ തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നാണ് LLB എടുത്തത്. 99 ഞാൻ എൻറോൾ ചെയ്തു. ഞങ്ങൾ 98 പാസ് ഔട്ട് ആയി, 99 എൻറോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരെയും പോലെ എല്ലാ കേസസും അങ്ങ് എടുത്തോണ്ടും. പിന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ്, മാരിറ്റൽ ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്ത് എനിക്ക് അതുപോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ, അപ്പം നമ്മൾ ഇത്രയും ഒരുവിധം അന്നത്തെ കാലത്ത് പഠിക്കുന്നു, എല്ലാ രീതിയിലും ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പോലും ഈ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്ന ആ ടൈല് പെട്ട് ആദ്യം കിടന്ന് കൂടി വന്ന കുറെ പേരുണ്ടല്ലോ. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ശരിക്കും പറഞ്ഞു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇതാണ്ട് പാഷൻ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും. ഇതിൽ തന്നെയായിരിക്കും എനിക്ക് എന്താ പറയില്ല, നമ്മളെ നിയോഗം എന്നൊക്കെ പറയണ പോലെ ഞാൻ ഓക്കെ, ഐ എം വെരി ഹാപ്പി. ഞാനൊരു സക്സസ്ഫുൾ ഡിവോഴ്സ് ലോയർ. ഹൗ ഡു യു ഫീൽ മാം? എങ്ങനെ ആൾക്കാർ കേസസ് ഒക്കെ മാം ഹാൻഡിൽ ചെയ്യുമ്പം വാട്ട് ഡു യു ഫീൽ, വാട്ട് ഈസ് ലാക്കിംഗ് ടുഡേ, ആൻഡ് എങ്ങനെയാണ് നമുക്ക് കറേജ് കൊടുക്കാൻ പറ്റുക ടു യങ് വിമൻ ഔട്ട് ദെയർ? ഷുവറായിട്ട്. കാരണം പക്ഷെ മാരേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്, നോട്ട് എ എൻ്റയർ ലൈഫ്. മൊത്തം ജീവിതത്തിലെ ഒരു സാധനം അല്ല കല്യാണം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇപ്പൊ രോഗം പോലെ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പോലെ വരുന്ന സാധനമാണ് കുടുംബ പ്രശ്നം. അത് ആ ലെവലിലങ്ങ് എടുത്താൽ മതി. അതല്ലാതെ അത് കാരണം എന്റെ ജീവിതം മുഴുവൻ പോയി, ജീവിതം നശിച്ച് അങ്ങനെയായിരിക്കും പിള്ളേർ കരഞ്ഞോണ്ട്, മാഡം എന്റെ ജീവിതം പോയി, എന്റെ ജീവിതം നശിച്ചു. ഒരിക്കലും ഇല്ല. ആർക്കും വേറെ ആൾക്ക് നമ്മുടെ ജീവിതം നശിപ്പിക്കാനും പറ്റില്ല, വേറെ ആൾക്ക് നമ്മുടെ ജീവിതം തരാനും പറ്റില്ല. അത് നമ്മൾ തന്നെ. അങ്ങനെ ഞാൻ പിള്ളേർക്ക് സപ്പോർട്ട് കൊടുക്കാനും. മാം, ഏറ്റവും കൂടുതൽ കേസസ് ഇപ്പോ എങ്ങനെയാ വരുന്നത്? മാരേജസിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസസ് മാമിന് എങ്ങനെയാ കാണാൻ പറ്റുന്നത്? മിസ്അണ്ടർസ്റ്റാൻഡിങ് ടൈപ്പ് അങ്ങനെയാണോ, അതർവൈസ് അബ്യൂസ് അങ്ങനെയാണോ, വയലൻസ് ആണോ? റീസൺസ് ഉണ്ട് ഷൈന. നമുക്ക് ഈ ഒരു കാരണത്തിലാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ കോമൺ ആയിട്ട് പറയണമെങ്കിൽ ഒരു ലാക്ക് ഓഫ് ഇമോഷണൽ കണക്ഷനോ ഇല്ലെങ്കിൽ ഇമ്മച്യൂരിറ്റിയോ, കമ്മ്യൂണിക്കേഷനിറ്റി ഇല്ല എന്ന് പറയില്ലേ.
പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചിലപ്പം ഒരു എനർജി ലെവലൊന്നും ചേരാതിരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വൈബ് വേവ് ലെങ്ത് അതെ 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 ഡിഫറെന്റ് സോണിലൊക്കെ ആണെങ്കിൽ Correct. പിന്നെ എല്ലാ അൺഹാപ്പി മാരേജ് പോയി ഡിവോഴ്സിൽ എത്തില്ല. അതെ ചിലതൊക്കെ അങ്ങനെ തന്നെ ഇത് തന്നെ മതി എന്ന് അഡ്ജസ്റ്റ്മെന്റ് ജീവിക്കും. മാതിരിയാ. പക്ഷെ ഒരാള് മറ്റൊരാളെ തകർക്കുന്ന സംഭവം ഉണ്ടല്ലോ, എല്ലാ രീതിയിലും ചൂഷണം ചെയ്യപ്പെടുന്നു, പീഡിപ്പിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്പൗസ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് വരുമ്പം മസ്റ്റായിട്ട് ഡിവോഴ്സ് അനിവാര്യം. എന്നാൽ ഒരാള് തന്നെ കൂടുതൽ ഗിവിംഗ് ആണെങ്കിലും ഐ തിങ്ക് ഒരു അതെ, ഒരാള് മാത്രം എല്ലാം കൊടുത്തോണ്ടിരിക്കുന്നു, മറ്റേ ആൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ വിചാരിച്ച് മാത്രം തുഴയുന്ന ഒരു സാധനമാണ്. ഒരാൾ നോർത്തിലോട്ടും മറ്റൊരു സൗത്തിലോട്ടും തുഴയുന്ന ഒരു സാധനം ഒരു മുന്നോട്ട് പോകില്ല, അതങ്ങ് സ്റ്റക്കായിരിക്കും. അതെ. പിന്നെന്ന് വെച്ചാൽ മറ്റൊരാൾ ഒരു എഫേർട്ടും എടുക്കുന്നില്ല, ഒരാൾ മാത്രം ഫുൾ അതിന്റെ ഇതെടുത്താലും അത് ബുദ്ധിമുട്ടാണ്. അതെ. പിന്നെ ലൂട്ടിങ്, ഹരാസ്മെന്റ്, അബ്യൂസ്, അതൊക്കെ വരുമ്പോഴേക്കും ഡിഫിക്കൽട്ട് ആവും. ഇമോഷണലി ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുക, കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി ഇല്ലാണ്ടാക്കുക, കോൺഫിഡൻസ് ഒക്കെ സീറോ ആയി, ആ. ഇഷ്യൂസ് മെന്റലി വരും. അതാ പ്രശ്നം. മാനസികമായിട്ട് തകർന്നു, അങ്ങനെയൊക്കെ കരിയറിലെ പ്രശ്നം വരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കണം. മാമിന് എന്താ തോന്നുന്നത്, ഒരു തേർഡ് പേഴ്സന്റെ ഇന്റർഫിയറൻസ് ആണോ ഇതിനൊക്കെ കാരണം? തേർഡ് പേഴ്സന്റെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു കൂടുതലും. വേറൊരാൾ ഇന്റർഫിയർ ചെയ്യുന്നത് നല്ലതുമാണ് ചീത്തയാണ്. ചില അഡ്വൈസ് ഒക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് വീക്കായിട്ടിരിക്കുമ്പോൾ ഒരു പ്രോപ്പർ അഡ്വൈസ് കൊടുക്കുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് റിലേറ്റീവ്സോ ഫ്രണ്ട്സിനെക്കാളും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സിലല്ലാതെ അല്ലെങ്കിൽ ഇവരുടെ ഭാഗം ഇട്ടിട്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ഫ്രണ്ട്സിന്റെ അഡ്വൈസ് കൊള്ളാം, ഫാമിലി നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിലും ഒരുവിധം. അപ്പൊ അത് ഇന്റർഫിയറൻസും സപ്പോർട്ട് രണ്ടാണ്. അതെ അതെ മറ്റേത് ഇടപെടുക എന്ന് വെച്ചാൽ എല്ലാത്തിലും കയറി ഇങ്ങനെ തലയിട്ട് അത് വരുമ്പോ അത് കുറച്ചുകൂടെ പ്രശ്നം വരും. ഇപ്പൊ രണ്ട് പേര് ഓൾറെഡി ഒരു ഞാൻ പറയാ 90% അല്ലെങ്കിൽ ഒരു 50% കമ്പാറ്റബിലിറ്റി ആണെന്ന് ഓർത്തോളൂ. അപ്പോ മദർ ഇൻ ലോ ഇന്റർഫിയറൻസ് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതാണ് മാമിനോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു 50% ആണെങ്കിൽ അതും ഉണ്ടാവില്ല ബിക്കോസ് ഓഫ് ദ ഇന്റർഫിയറൻസ്. നമ്മള് ഒരിക്കലും പെർഫെക്ഷൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. എല്ലാരും ഭയങ്കര പെർഫെക്ഷൻ എക്സ്പെക്ട് ചെയ്യും. പാർട്ട്ണർഷിപ്പ് അല്ല, പക്ഷെ എക്സ്പെക്ടേഷൻ ഹാർട്സ് എന്ന് പറയുന്ന പോലെ ആ എക്സ്പെക്ടേഷൻ പോകുമ്പോഴേക്കും അതും പ്രശ്നമാണ്. ചിലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർഫിയറൻസ് ആണ് നമ്മുടെ ഇഷ്യൂ, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി സെറ്റ് ഒക്കെ ചെയ്ത് എന്റെ ലൈഫാണ് എനിക്ക് ശരിയാണ്. ഇപ്പൊ വൈഫ് പറയാണ് ഇതേപോലെ അമ്മ എന്നെ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഈ രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ചിലപ്പം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടും. നീ എന്താ ഈ ഡ്രസ് ഇട്ട, അല്ലെങ്കിൽ നീ എന്താ അവന് ചായ കൊണ്ടൊക്കെ അത് ചെയ്യുമ്പോ അവൾക്ക് അത് താല്പര്യം ഉണ്ടാവില്ല. അമ്മയുടെ അടുത്ത് പറയും എന്നെ വിട്, എന്തിനാ നീ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നം. പക്ഷെ അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനകത്ത് റെസ്ട്രിക്ഷൻ അമ്മ അതിൽ ഇടപെടണ്ട, അത് വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെണ്ണല്ലേ, അവള് ലെറ്റർ ലീവ്, അവളുടെ ജീവിതത്തിൽ വിട് എന്ന് പറഞ്ഞു വിടും. ഇടപെട്ട് അതിനെ സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പറ്റിയ ബൗണ്ടറി ആയില്ലേ. അങ്ങനത്തെ കേസസ് ഒക്കെ മാമിന്റെ അടുത്ത് വരാറുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ആരോഗ്യ ശേഖരണി കാണാന്ന് പറഞ്ഞ് വരുന്നതല്ലല്ലോ, പല ഘട്ടങ്ങളിലെത്തി, പ്രത്യേകിച്ച് സ്ത്രീകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനകത്തുള്ള ഷോക്കിംഗ് ഫാക്ട് എന്താണെന്നറിയോ ഷൈന, മാരേജ് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് ക്വിക്കായിട്ട് ബ്രേക്ക് ആവുന്നതല്ല, അതൊരു സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ലോലി കൊളാപ്സ് ആയിട്ട് അത് ഉണ്ടാവണമെന്നാണ്. അപ്പൊ മിക്കപ്പോഴും പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ എൻ്റെ അടുത്തോട്ട് വരുമ്പോ അവര് അന്ന് ഡേ 1 മുതൽ ഇങ്ങനെയുണ്ട്. ചിലപ്പോ ബിഫോർ മാരേജ് ഉള്ള ആറ്റിറ്റ്യൂഡും ഡൗറി ചോദിച്ചതാവാം, അല്ലെങ്കിൽ അവിടെ ആ മാരേജ് വെഡിങ് ഡേയിലുള്ള പ്രശ്നങ്ങളാവാം. അതും ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പോയിന്റ് എത്തുന്ന സമയത്താണ് അത് ശരിക്കും അത് ബ്രേക്ക് ആവുന്നത്. അല്ല ഒറ്റ ഒരു ഇയേഴ്സ് ഓഫ് ഡിസിഷൻ എടുക്കാനുള്ള കറേജ് ഉണ്ടാവില്ല. പലതും ഇങ്ങനെ ചിന്തിച്ച് ചെയ്യണോ വേണ്ടേ, കുട്ടികളുണ്ട്, നാട്ടുകാരെന്ത് പറയും, ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ പല കാര്യങ്ങൾ ഒരു മൊമെന്റ് എത്തുന്ന സമയത്ത് അവൾ തന്നെ ഒരു ശക്തി വെച്ച്. ഞാൻ എപ്പോഴും ഒരു സൈഡ് മാത്രമാണ് പറയുന്നത്, കാരണം കൂടുതലും പെണ്ണുങ്ങളാണ് എന്നെ അന്വേഷിച്ച് വരുന്നത് കണ്ടാണ് എനിക്ക് ഇത്രയും കാര്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഈവൻ ജെന്റ്സിന്റെ കാര്യവും അങ്ങനെ ആയിരിക്കും. കൂടുതലും മാമിന്റെ അടുത്ത് ഇപ്പൊ ഫീമെയിൽസ് ആണ് വരുന്നത് അല്ലെ? കൂടുതൽ 80% ഫീമെയിൽസ് ആണ്. ഇതുപോലെ ക്ലയൻസിനെ എടുക്കില്ലെന്നോ അങ്ങനെയല്ല, ഒരിക്കലും ഞാൻ ജെൻഡറായിട്ട് ചെയ്യുന്നില്ല. പക്ഷെ കൂടുതൽ എന്റെ അടുത്തോട്ട് പറയണേ എനിക്ക് കുറച്ച് കണക്ട് ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ക്ലയൻസ് ഒരു 80-90% പെൺകുട്ടികൾ. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് മെയിൽസ് ഓൾസോ സ്ട്രഗിൾ അലോട്ട്. മെയിൽസിന്റെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്ട്രഗിൾ ആയിരിക്കും, അവർക്ക് പറയാനും പറ്റില്ല.
പറയാനും പറ്റും. അങ്ങനത്തെ ഒരു ഡെലിമയിലായിരിക്കും കുറെ ഹാൻഡിൽ ചെയ്യണമെന്നും അറിയില്ല. അതെ അതെ. അവര് ഐ തിങ്ക് മെയിൽസ് അവരുടെ ഫ്രണ്ട്സിനോട് പോലും ഡിസ്കസ് ചെയ്യില്ല. അതെ. നമ്മളാണെങ്കിൽ ഫീമെയിൽസ് ആർ മോർ വെരി സോഫ്റ്റ് സെന്റേർഡ്, സോഫ്റ്റ് കോർണേർഡ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ക്ലോസ് ഫ്രണ്ട്സിനോട് ഡിസ്കസ് നാണക്കേട് ഇല്ല ഇല്ല. പക്ഷെ ഇവർക്ക് ഭയങ്കരമായിട്ട് നാണക്കേട്. അതായിരിക്കാം കേരളത്തില് മെയിൽ സൂയിസൈഡ് റേറ്റ് കൂടുതലാണ്, പ്രത്യേകിച്ച് മാരേജ് ഇഷ്യൂസ് വരുന്നത്. അത് ഉള്ളിലുള്ളില് ഇങ്ങനെ വെച്ച് 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 ഷെയർ ചെയ്യാതെ എന്തോ കുറച്ചില് പോലെ തോന്നി, അതെ ഞാനൊരു ഫെയിലിയർ ആയി പോയോ എന്നുള്ളൊരു തോന്നലും അതെ അതെ. മാമിന്റെ അടുത്ത് ഏതെങ്കിലും മെയിൽ ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട്? വരാറുണ്ട്. ഞാൻ പറയില്ല, ബാക്കി 80 കൊണ്ടിട്ട് ബാക്കി 20 കിടക്കുവാണ്. ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് മാം, ഷോക്കിംഗ് എക്സ്പീരിയൻസ് എന്തെങ്കിലും? ആൺകുട്ടികളുടെ ആൺകുട്ടികൾ ആൺകുട്ടികൾ എന്ന് വെച്ചാൽ അബ്യൂസ് ചെയ്യുന്ന വൈഫ് ഉണ്ടല്ലോ, അതായത് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത്, അടിച്ചിട്ട് ഇങ്ങനെ ചെവിയൊക്കെ പൊട്ടി ബ്ലഡ് ഒക്കെ വന്ന് അതിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ എടുക്കേണ്ടി വന്ന കേസുണ്ട്. അമ്മയെ ഉപദ്രവിച്ചിട്ട് എന്ന് വെച്ചാൽ ഫിസിക്കൽ വയലൻസ് ഉപദ്രവിക്കുന്ന വന്നിട്ടുണ്ട്. മീൽസ് അതെ, ഒരു വിട്ടും ഡൈജസ്റ്റ് അല്ലേ, പക്ഷെ ഉപദ്രവിക്കുന്ന ശരിക്കും ഫിസിക്കലി അടിക്കുന്ന മടി കൊണ്ട് വേദനിച്ച് അതേപോലെ വരേണ്ടി വന്നവരുണ്ട്. അപ്പൊ ഇവർക്കൊരു കുറച്ചിലായിരിക്കും, ഒരു ആണായിട്ട് നീ പെണ്ണിന്റെ അടി കൊണ്ട് വന്നോ പറയാനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. അത് കാരണം കോടതിയിൽ എനിക്ക് ബോധിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ അതേപോലെ അമ്മയുടെ കമ്മലോട് പിടിച്ചു മറിച്ചിട്ട് അമ്മായിയും ഫുൾ ബ്ലഡും ഒക്കെ ആയിട്ട് അതിന്റെ വീഡിയോഗ്രാഫ്സും എല്ലാം വെച്ചിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അഡൾട്ടറി പിന്നെ രണ്ട് സൈഡിലും വരാം. പക്ഷെ ഏറ്റവും കൂടുതൽ അതിൽ എനിക്ക് തോന്നുന്നു പെയിന് മറ്റേതെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ക്ഷമിച്ചിട്ടെങ്കിലും വിഷമം ഉണ്ടാവും, ആ സ്കാസ് ഉണ്ടാവും. പക്ഷെ പെണ്ണിനെക്കാളും കൂടുതൽ സഹിക്കാൻ പറ്റാത്ത പെയിൻ എനിക്ക് തോന്നുന്നത് പുരുഷനാണ്. അവര് കഴിഞ്ഞ് എന്റെ മുമ്പ് കരഞ്ഞിട്ടൊക്കെയുള്ള പുരുഷന്മാരുണ്ട്. ആ സൈഡ് നമ്മൾ കാണാനില്ല അല്ലെ. നമ്മളെന്ന് വെച്ചാൽ അത്രയും ഹെൽപ്ലെസ് ആയിട്ട് എന്നാലും അവൾ എന്നോട് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അത്. അപ്പൊ ഇങ്ങനെ കേസസില് പിന്നെ കുട്ടികളും ഉണ്ടാകും. അപ്പൊ അവരൊക്കെ എങ്ങനെയാ ഇപ്പൊ മാനേജ് ചെയ്യുന്നത്? ജഡ്ജ് എങ്ങനെയാ നോക്കുന്നത്? ഇപ്പൊ നോർമലി കുട്ടിയുടെ കസ്റ്റഡി അമ്മയ്ക്കാണെന്നല്ല പറയുന്നത്. അപ്പൊ അമ്മ തന്നെ ഇങ്ങനെയാണ്. അപ്പൊ മെയിൽ അങ്ങനെ ആ സിനാരിയോ അതാണ് ഷൈന. നമ്മളിപ്പം നോർമലി പെൺകുട്ടികൾ അല്ല അമ്മയ്ക്കാണ് കസ്റ്റഡി എന്ന് പറയുന്നത്. അത് ഭയങ്കര തെറ്റായ ഒരു വിത്താണെന്ന് വേണമെങ്കിൽ പറയാം എന്ന്. പക്ഷെ അങ്ങനെയല്ല, കോടതി എപ്പോഴും നോക്കുന്ന വെൽഫെയർ ഓഫ് ദി ചൈൽഡ് ആണ്. പിന്നെ മാരേജസ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, കുട്ടികളുമായിട്ടല്ല. കുട്ടികളുടെ നിയമം വേറെയാണ്, ഗാർഡിയൻമാരുടെ ആക്ട് പ്രകാരമാണ്. ഈവൺ അവര് അതിൽ ഇടപെടുന്നില്ല എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടുണ്ട്, എന്റെ പാർട്ടാണ്. ഇപ്പൊ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആവണമ്പോൾ അത് പാർട്ടാണ്. പക്ഷെ എന്റെ കസ്റ്റഡി ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ കുട്ടിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള കേസസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. മ്യൂച്വൽ കേസസ് അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കണ്ടസ്റ്റിംഗ് ലെറ്റർ ഫൈറ്റിലേക്ക് പോകുന്നതാണ്. ഇപ്പൊ മ്യൂച്വൽ ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുകയാണ്, കോ പാരന്റിങ് ചെയ്യാം, നിന്റെ കയ്യിൽ കസ്റ്റഡി ആവട്ടെ, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് എനിക്ക് വന്ന് വെക്കേഷൻ ടൈമിൽ മതി, കൊച്ചിന് മെയിന്റനൻസ് ഒക്കെ കൊടുക്കുക. അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പിരികടയാണെങ്കിൽ പിന്നെ നമ്മൾ കോർട്ടോ അഡ്വക്കേറ്റ്സോ കയറി അങ്ങനെ ചെയ്യുന്നു. ലീഗലി ഉള്ള റൈറ്റ്സ് നമ്മൾ പറയും അങ്ങനെ ഇങ്ങനെയൊക്കെ. അല്ലാതെ ബാക്കിയെല്ലാം കോർട്ട് തീരുമാനിക്കണം. വെൽഫെയർ ഓഫ് ദ ചൈൽഡ്, അതാണ് എന്റെ പ്രിൻസിപ്പിൾ. കൊച്ച് എവിടെയാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും വിദ്യാഭ്യാസപരമായും അവന് അല്ലെ കുഞ്ഞിന് വളർച്ച ഉണ്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അതിപ്പോ അച്ഛന്റെ അടുത്താണെങ്കിൽ അച്ഛൻ സൈക്കോളജിക്കലി അവന് വളരണം. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ജീവിതത്തിൽ ഒരിക്കലുള്ള സാധനമാണ്. ഇവര് വിചാരിച്ചാൽ അത് തിരിച്ചു കൊടുക്കാനും പറ്റില്ല. അപ്പൊ അതൊരു ട്രോമ ആയിട്ട് മാറും. അവർക്കൊരു ട്രോമ ഉണ്ടാവുന്നു. ആ സ്കാസ് ഇവര് മൂവ് ഓൺ ആവും. ഹസ്ബൻഡും വൈഫും ചിലപ്പോൾ വേറെ പാർട്ണർ കിട്ടും, വേറെ മാരേജ് ചെയ്യും, ഈവൻ സിംഗിൾ ആയിട്ട് ആണെങ്കിൽ അവര് റെസ്റ്റ് ഓഫ് ലൈഫ് അവർ ബിൽഡ് ചെയ്യും. പക്ഷെ ഇവരുടെ ഒരു ബാല്യകാലം നഷ്ടപ്പെട്ടു, അതിലുണ്ടാകുന്ന കുറെ ട്രോമാസ്, അവരുടെ കുറെ ചിന്തകള്, ഇതെല്ലാം അവരെ വളർച്ചയെ ബാധിക്കും. എപ്പോഴും പറയില്ല നമ്മൾ ഒരു ബേസ് സ്ട്രോങ് ആവണമെന്ന്. ചൈൽഡ്ഹുഡ് നമ്മുടെ ബേസ് തന്നെയാണ്. അത് സ്ട്രോങ് അല്ലെങ്കിൽ അത് എൻറ്റയർ ലൈഫ് അതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയി മാറും. പിന്നെ കോൺഫിഡൻസ് ലെവലും എല്ലാം ഒരു ഡിറ്റോറേറ്റിംഗ് ക്യാരി ചെയ്യാൻ പറ്റാത്ത അപ്പുറം കുട്ടികൾക്ക് കൊടുക്കരുത്. ഇതിനെക്കുറിച്ചൊന്നും അവരുടെ അടുത്ത് നമ്മുടെ നാട്ടുകാർ പറയണ അച്ഛനെ വേണോ അമ്മയെ വേണോ, അച്ഛന്റെ കൂടെ പോകണോ അമ്മയെ വേണോ, അല്ലെങ്കിൽ നീ അങ്ങനെ കോടതി ഇപ്പൊ ഇങ്ങനെ പറയും ഇങ്ങനെ പറയും. കുട്ടികൾ ഭയങ്കര കൺഫ്യൂഷൻ ആവും. ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് കുട്ടികളുടെ അടുത്ത് അതെന്ന് വെച്ചിട്ട് അവർ ആ ഒരു മാനസികാവസ്ഥയിലോട്ട് തള്ളിവിടുന്നത്. അത് തന്നെ ഫ്രീ ആയിട്ടിരിക്കട്ടെ, അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കുറ്റം പറയാതിരിക്കുക, അപ്പുറത്തെ സ്പൗസിനെ കുറിച്ച് പോയിസൺ ചെയ്യാതിരിക്കുക. അവരെ ആഗ്രഹിച്ചിട്ടല്ല ഈ ലോകത്തോട്ട് വന്നത്. നമ്മൾ കൊണ്ടുവന്നതാണെങ്കിൽ ആ രീതിയിലുള്ള വളർച്ചയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം.
മാം ഇങ്ങനെ കുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ ചൈൽഡ് അബ്യൂസ് അങ്ങനത്തെ കേസസും മാമിന്റെ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ക്രിമിനൽ കേസാണ്, ഫാമിലി കോർട്ടിൽ വരുന്ന കേസല്ല. പോക്സോ കേസസ് എന്നൊക്കെ വന്നത് കൊച്ചുങ്ങളെ സെക്ഷൽ ഹരാസ്മെന്റ് വരുന്നത് അത് വലിയൊരു ക്രൈമാണ്. അതിന്റെ ആക്ട് വേറെയാണ്. അത് വരുന്നത് സെഷൻസ് കോർട്ടിലാണ് അത് വരുന്നത്. ഞാൻ ഫാമിലി കോടതിയിലാണ്. പക്ഷെ അങ്ങനത്തെ കേസുകൾ വരുമ്പോഴേക്കും അതിനകത്ത് ഏറ്റവും ഭയാനകം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങള് അറിയാന്നുള്ള 90% കുട്ടികൾക്ക് അറിയാന്നുള്ള ആൾക്കാരായിരിക്കും. അങ്കിളുമാരോ സ്റ്റെപ്പ് ഫാദറോ അല്ലെങ്കിൽ ക്ലോസ് റിലേഷൻസ്. എന്നുവെച്ചാൽ അവർക്ക് സ്ട്രെയിഞ്ചർ വളരെ റെയറാണ് കുട്ടികളെ ഉപദ്രവിക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര ഒരു മാനസിക ബുദ്ധിമുട്ട്. ഇത് ശരിയാണോ തെറ്റാണോ ആരോട് പറയണം? അവരും അങ്ങനെയായിരിക്കും ഇവരോട് ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളെ ട്രസ്റ്റ് ചെയ്യണം. അതാണ് ഞാൻ എപ്പോഴും പറയണത്. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പിന്നെ നടത്തും. കുഞ്ഞുങ്ങൾ ആദ്യം വിശ്വസിക്കും. കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞു അത് കണ്ണടച്ച് വിശ്വസിക്കുന്നത്, അതാണ് റൈറ്റ്. അല്ലാതെ ഇവിടെ പറഞ്ഞ് ശരിയായിരിക്കും അല്ലെങ്കിൽ ഇവൻ പറഞ്ഞ് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് പോകണ്ട. കൊച്ചു പറഞ്ഞിട്ടുണ്ടോ അത് സത്യം, ബാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ആ സപ്പോർട്ട് സിസ്റ്റം വേണം ഫ്രം ദ ഫാമിലി. അല്ലാതെ കുഞ്ഞിനെ ഡൗട്ട് ആയത് അവരെയും ഡൗട്ട് ആയിട്ട് ഇരിക്കും, അല്ലെങ്കിൽ അവളെ ഡൗട്ട് ആയിരിക്കും കുഞ്ഞ്. കുഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഡൗട്ട്ഫുൾ ആയിട്ട് കാണരുത്. കുഞ്ഞിനെ വിശ്വസിക്കുക, 100% വിശ്വസിക്കുക. എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് വിശ്വസിക്കാമോ വേണ്ടെന്ന് നോക്കണം. ഇപ്പൊ കുഞ്ഞിന്റെ നമ്മള് ഡിസ്കസ് ചെയ്യാം. അപ്പൊ കുഞ്ഞ് വന്നിട്ട് പറഞ്ഞു എന്ന് ഓർത്തു. അപ്പൊ അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മ സപ്പോർട്ടീവാ, ഹസ്ബൻഡ് അച്ഛൻ പറയുമ്പോ വേണ്ട വേണ്ട എങ്ങനെ? അപ്പൊ രണ്ട് ക്ലാഷ് ഉണ്ടല്ലോ അവിടെ. ഇത് ക്രൈമാണ് ഷൈന. അവിടെ വന്നിട്ട് അച്ഛൻ പറയണ കേട്ടോണ്ടൊന്നും ഇരിക്കരുത്. ഒരു സ്റ്റേജ് പുറത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് ചെയ്യണം എന്നാണ്, ഒരു ക്രൈമാണ് അത് ചെയ്യരുത്. ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ വിഷമിച്ചിട്ടുള്ള അവസരങ്ങളുണ്ട്. ഫാമിലിക്ക് അകത്ത് നടക്കുന്ന ഇഷ്യൂസ് ഉണ്ടല്ലോ, ഈവൻ ഓൺ ഫാദറിൽ നിന്ന് അനുഭവിക്കുന്ന വിഷമങ്ങൾ. ആ സമയം വരുമ്പോൾ ഞാൻ പറയും, ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കുമെന്നാണ്. ഇതെനിക്ക് പറയാൻ ഒരു ലോയർ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. പക്ഷെ ആ കുട്ടികളെ ആ അമ്മയും പറയും ആത്മഹത്യ ചെയ്യുമെന്ന് എന്നെ ഭയപ്പെടുത്തും. ഞാൻ ഇപ്പൊ മീഡിയ വിളിക്കും, ഞാൻ അറിയിക്കും, എനിക്ക് കേട്ടിട്ടിരിക്കാൻ പറ്റുന്നില്ല. മേഡം എങ്ങനെയെങ്കിലും എനിക്ക് ഡിവോഴ്സ് വാങ്ങിച്ചു തന്നാൽ മതി, കൊച്ചുങ്ങളെയും കൊണ്ട് ഞാൻ പൊയ്ക്കോളാം. അപ്പൊ അവർ നിസ്സഹായാവസ്ഥയിൽ. ആ സമയത്ത് ഞാൻ ഈ നിയമമാണ്, അഡ്വക്കേറ്റ് ആണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ വന്ന ഈ പിള്ളേരെങ്ങാനും ആത്മഹത്യ ചെയ്യോ, കൊച്ചു ഇയാളെന്തെങ്കിലും ചെയ്താലോ? അപ്പൊ പിന്നെ അതിനെ പേടിച്ചിട്ട് ഞാൻ ശരിക്കും അത് വിഷമമാണ് എനിക്ക്. ഒരു ലോയർ എന്നുള്ള നിലയ്ക്ക് എനിക്കത് പറയാൻ പറ്റില്ല. വെറും ഒരു ശൈല, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മാത്രം സൈലന്റ് ആയിട്ടിരിക്കുന്നത്. മാം എങ്ങനെ ഇമോഷണലി കണക്ട് ആവുന്ന ഒരു കേസസിലൊക്കെ മാം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? യു ഹാവ് ടു ബി പ്രൊഫഷണൽ ഓൾസോ. പിന്നെ ഒരു ഇമോഷണലി എനിക്കിത് ചെയ്യണം, പക്ഷെ ലീഗലി എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഡെലിമയില് ഇത് ഈ കേസ്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഇതേപോലത്തെ കേസ് ഇത് 1ഉം 2ഉം അല്ല, വളരെ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടം ഒരു കേസോട് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ചെറുതിലെ ഫാദർ ഉപദ്രവിച്ചു. അത് കഴിഞ്ഞ് ഈ കുട്ടികൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മയും കൊണ്ടുവന്ന് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാരേജ് എന്ന് വെച്ചാൽ അത്രയും നാൾ ഒതുക്കി വെച്ച് ആ പിള്ളേരുടെ ഹസ്ബൻഡും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട്. പക്ഷെ ആ സമയത്താണ് അമ്മ അറിയുന്നത്. അതാണ് അതിലും വലിയത്. ഇപ്പൊ ഇമോഷണൽ ഷൈന പറഞ്ഞ പോലെ ഡ്രെയിൻഡ് ആവും. ഞാൻ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ആവും, ഇമോഷണലി വീക്ക് ആവും. പക്ഷെ ഇനിഷ്യൽ സ്റ്റേജിലാണ് അത് ഞാൻ ഉള്ളിലോട്ട് എടുത്തിട്ട് ഓർക്കും വേണ്ടാത്ത രാത്രികളും ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് മാക്സിമം അത് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു 8 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഫോൺ പോലും എടുക്കുന്നില്ല. ഞാൻ എന്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിറ്റേന്ന് ഹെൽത്ത് ഉണ്ടാവില്ല, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിന്റെ കോൺസെൻട്രേറ്റ് ചിന്തിച്ചിടും. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ അത് മനസ്സിലാക്കി. ഈവൻ നമ്മളൊരു മനുഷ്യരല്ലേ, രാവിലെ മുതൽ ഈവനിങ് വരെ ഫുൾ നെഗറ്റിവിറ്റി, പ്രശ്നങ്ങള്. അപ്പൊ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ബലൂണിന്റെ കാറ്റ് പോണ പോലെ പോകും. പിന്നെ ഞാനത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ഞാൻ എടുത്തു. ഞാൻ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് എന്താണെങ്കിലും പിറ്റേ ദിവസം കേസ് ഉണ്ടെങ്കിൽ രാത്രി ഇരുന്ന് പഠിക്കും, കക്ഷികളെ വിളിക്കും ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് അത് കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുത്തു. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പേഴ്സണലി ഒരു തമാശ പറയുകയാണെങ്കിൽ കക്ഷിയുടെ കൂടെ ഒരു ദിവസം ഞാനിരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. ഇനിഷ്യൽ സ്റ്റേജിലാണ്. അപ്പോഴേക്കും എന്റെ വേറൊരു കൊളീഗ് അഡ്വക്കേറ്റ് കയറി വന്നു ക്യാബിനിലോട്ട്. കയറി വന്നപ്പോ ഞാനും അതുകൊണ്ട് കരഞ്ഞു. അപ്പോൾ ചോദിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പോയി കഴിഞ്ഞ ശേഷം ഇങ്ങനെയാണോ ഷൈല ഒരു ക്ലയന്റിനെ ഡീൽ ചെയ്യാണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും ഐ ആം ഷൈല. എന്റെ ഒരു വീക്ക്നെസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ദിസ് ഇസ് മീ. അത് കരഞ്ഞു. പക്ഷെ ഞാൻ കരഞ്ഞു കഴിഞ്ഞാലും അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ലീഗൽ സപ്പോർട്ട് കൊടുക്കും ഏത് രീതിയിലും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ
ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള അതും കൂടെയാണ്. എനിക്ക് അതാ ചോദിക്കണ്ടേ, മാം ഇത്രയും ഇമോഷണലി കണക്ട് ആവും, സെൻസിറ്റീവ് ആവും, ഇങ്ങനെ സ്ട്രെസ് ഉള്ള സിറ്റുവേഷനിൽ ബൗൺസ് ബാക്ക് ഒക്കെ എങ്ങനെയാ ചെയ്യുന്നത് മാമിന്? പേഴ്സണലി ഒരു മെഡിറ്റേഷൻ ഉണ്ടോ? എങ്ങനെ? മെഡിറ്റേഷൻ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് യോഗയും മെഡിറ്റേഷൻ ഉണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞാൽ. ഇപ്പം കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പോയാലും കുക്കായിട്ട് തിരിച്ചു വരും, അതിലും പവർഫുൾ ആയിട്ട് വരും. ഞാൻ ഇമോഷണലി ഇങ്ങനെ ഇപ്പം കരയുന്ന ആദ്യമൊക്കെ വന്ന് വീക്ക്നെസ് ആയിട്ട് ഫീൽ ചെയ്തു, എന്റെ ഒരു വൾണറബിലിറ്റി ആണോ, ഞാൻ വീക്കാണോ. പക്ഷെ എനിക്കിപ്പം വന്നിട്ട് തോന്നുന്നു ദാറ്റ്സ് മീ ആൻഡ് ദാറ്റ്സ് മൈ സ്ട്രെങ്ത്. അങ്ങനെ ഇമോഷണലി ഞാൻ അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ഇവരെ രക്ഷിക്കുക, ഏത് രീതിയിൽ ഫ്രെയിം ചെയ്യുക, എങ്ങനെ കേസ് നടക്കാന്നുണ്ട്. മറ്റേത് അത് ഞാൻ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കോർട്ടിലാണെങ്കിൽ ചിലപ്പോഴേ ആടിപ്പോവും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ പഠിച്ചിട്ടല്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അഡ്വക്കേറ്റ് ആണെന്നില്ല. ത്രൂ ഔട്ട് ഇപ്പൊ 27 വർഷമായി ത്രൂ ഔട്ട് ഞാൻ ചെയ്ത് വന്നതാണ്. എനിക്കിതൊക്കെ വേറൊരാളോട് പറഞ്ഞെങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിഞ്ഞോളൂ. ഞാൻ സെൽഫായിട്ട്. ഇപ്പം മാമിന്റെ ഒരു മോളുണ്ട്, മാമും പറഞ്ഞു ഒരു സ്ട്രഗിൾ ഉള്ള ലൈഫിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഒരു സ്റ്റാൻഡ് ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഒരു ഞാൻ പറയാ ഒരു ഫയർ കൊടുക്കാനുള്ള ഒരു സ്റ്റേജിൽ മാമിൻ ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ മാമിൻ എങ്ങനെയാണ് ഇങ്ങനെ ഇതൊക്കെ കോപ്പപ്പ് ചെയ്തേ? ഒരു പേഴ്സണൽ സ്ട്രഗിളും മാമിന്റെ ഉണ്ട്. അപ്പൊ മാം ഒന്ന് ഫോർ എ നോർമൽ ലേഡി, ഐ വോണ്ട് ദം ടു ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം യുവർ സ്റ്റോറി. അപ്പൊ മാം എന്താണ് മാമിന് പറയുന്നത്? പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വന്നതല്ലല്ലോ. ഒരിക്കലും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പേടി തോന്നുന്നുണ്ട്, ഞാൻ ഇതെങ്ങനെ ഫേസ് ചെയ്തു, എങ്ങനെ അത് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊക്കെ വേറെ ചോയ്സ് ഇല്ലാതെ വരുമ്പോഴേ എന്ത് തന്നെയാണെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. ഒന്നുമില്ല ആത്മഹത്യ, അല്ലെങ്കിൽ ജീവിച്ചു കഴിഞ്ഞാലും എങ്ങനെയും തട്ടിക്കൂട്ടിയല്ല ഉള്ളിലൊരു, ഞാൻ പറഞ്ഞ പോലെ ഒരു ഫയർ ഉണ്ട് എവിടെയോ. ഇതല്ല ഞാൻ ഡിസേർവ് ചെയ്യുന്നത്, ഇതല്ല, ദിസ് ഇസ് നോട്ട് റൈറ്റ്, ഇതല്ല ശരിയല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സപ്പോർട്ടായിട്ട് എന്റെ കുട്ടി ഉണ്ടായിരുന്നു. ഈവൺ അവള് കുഞ്ഞു കുട്ടിയാണെങ്കിൽ അവള് പറയുന്ന വാക്കുകളിലെല്ലാം ഞങ്ങൾ ഒരു ടുഗദറാണ് വളർന്നതെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട് മാതിരി വളർന്നു. അതെനിക്കുണ്ടായി. പക്ഷെ ഇങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം എന്തോ പറഞ്ഞപ്പോഴേക്കും ഒരു കൊച്ചു ഒരു സ്ത്രീ പറഞ്ഞെന്ന് വെച്ചാൽ, മാഡത്തിന് അങ്ങനെയെങ്കിലും ഉണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ഒരു ഹോപ്പുണ്ട്, അപ്പോൾ ജീവിക്കുക, എനിക്ക് അതുപോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ശരിക്കും ഇറങ്ങി പോയിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചു. എന്റെ പ്രതീക്ഷ നിങ്ങളാണ്. ശരിക്കും നിങ്ങളെപ്പോലെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോളെ വളർത്തുക, ഉത്തരവാദിത്തോടെ വളർത്തുക, നല്ല ബോൾഡായിട്ട് വളർത്തുക, ഒരു വാരിയർ ആയിട്ട് വളർത്തുക, വെറും ഒരു ഫ്രണ്ടായിട്ട് എല്ലാവരും ശരിക്കും ഒരു അങ്ങനെയൊക്കെയാണ് ഞാൻ വളർത്തിയത്. അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് അങ്ങനെയൊന്നും അല്ല, അവള് തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിട്ട് വളർത്തിയത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു പ്രതീക്ഷയും ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മുമ്പേ പറഞ്ഞ കക്ഷികൾ തന്നെയാണ്. അവര് അത് കഴിഞ്ഞിട്ട് വരും, എന്നെ കാണാൻ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വരണ അവരെ കാണാൻ പറ്റുമോ? സന്തോഷം തോന്നും എനിക്ക്. ചിലപ്പോ അവര് മാരീഡ് ആയിരിക്കാം, സെക്കൻഡില് നല്ല സപ്പോർട്ടീവ് ഹസ്ബൻഡ് ആയിരിക്കാം, ചിലപ്പോ വന്നിട്ട് സിംഗിൾ ആയിട്ട് തന്നെ കുട്ടികളെ വെച്ച് ജീവിക്കുന്നുണ്ടാവാം, നല്ല രീതിയിൽ ജീവിക്കുന്നവര് കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാവും, പക്ഷെ അവര് വിജയിക്കും. പക്ഷെ അതിന്റെ ഒരു ഇതിന്റെ ഒരു ഇത് എടുത്ത് നോക്കി, തിരിച്ചു നോക്കി. അല്ലെങ്കിൽ ഇപ്പൊ സിംഗിൾ ആയിട്ട് ഇതിനെ താഴെ കമന്റ് പറയട്ടെ വന്നിട്ട് അയ്യോ ഞാൻ ഡിവോഴ്സോട് കൂടെ എന്റെ ജീവിതം തൊലഞ്ഞു എന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഒരു വരും. ആദ്യത്തെ ഇത് നോട്ടീസ് ചെയ്യണ എന്താണെന്നറിയാം, ഇവരെ മാറ്റം ഹെയർ കട്ടിങ്. സീരിയസ്ലി കേട്ടോ, ഇതിന്റെ എത്രത്തോളം സത്യാവസ്ഥ എന്നറിയില്ല. ആദ്യം വരുമ്പോഴേക്കും വാരി കെട്ടി കറിഞ്ഞു കൂവി വിഷമിച്ച് ഇങ്ങനെ വരും. അത് കഴിഞ്ഞതിന് ശേഷം ഫയലൊക്കെ ചെയ്തതിന് ശേഷം വരുന്ന ഒരു വരവുണ്ട്. പ്രത്യേകിച്ച് കൗൺസിലിംഗിലായിരിക്കും, കൗൺസിലിംഗിൽ ഓപ്പോസിറ്റ് പാർട്ടിയും വരും. അപ്പൊ അവര് വരുമ്പോഴേക്കും നല്ല ഹെയർ ഒക്കെ മിക്കപ്പോഴും ഷോർട്ട് ആക്കിയിട്ടുണ്ടാവും. ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. പക്ഷെ എനിക്ക് അത്ര മനസ്സിലാവാൻ ഞാൻ നോട്ടീസ് ചെയ്യുന്നതാണ്. എന്റെ കൂടെയുള്ള ജൂനിയർ അഡ്വക്കേറ്റ്സ് ഒക്കെ ചെറിയ ചേഞ്ച് ഓൾസോ മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അവർക്ക് അങ്ങനെ ഒരു മേക്ക് ഓവർ ചിലപ്പോൾ പറ്റുമായിരിക്കാം. തലയിൽ കുറച്ച് കെയറിംഗ് ഫോർ ദംസെൽവ്സ് അല്ലെ? ഈ സമയം വരെ മാറ്റം പുരുഷനിൽ കണ്ടിട്ടില്ല. അവര് കുറച്ച് വീക്കായി വരുന്ന പോലെ. ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ടായിരുന്നു, ആഫ്റ്റർ ഡിവോഴ്സ് ഹൂ വിൽ ബി മോർ സസ്റ്റൈനബിൾ ആൻഡ് ഫ്രീ. അപ്പൊ നോക്കുമ്പോൾ പെണ്ണുങ്ങളാണ് കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള ആ കരേജ് ഉണ്ടാവുന്നത്. മെയിൽസിന് അത്രയും കരേജ് ഇല്ല. പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സമാധാനമായിട്ട് വീട്ടിൽ ഇരിക്കുക, കുടിച്ചിട്ട് കയറി വരുന്ന ഞങ്ങളെ അടിക്കുമെന്നോ അല്ലെങ്കിൽ പിള്ളേരെ ഉപദ്രവിക്കുമെന്നോ ഒന്നുമില്ല. അവര് വീട് തന്നെ നൈറ്റ്
റിട്ടേൺ ക്ലീൻ ആക്കി വെക്കുക. അവിടെ വാരിയിട്ട് ഇവിടെ വാരിയിട്ട് ബഹളവും ഇല്ല. ഇതിപ്പോ താഴെ മൊത്തം തെരുവിളിയായിരിക്കും. എങ്കിൽ പോലും അത് പറയുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. മറ്റേത് പേടിച്ചിട്ട് പോകും. ഇനിയിപ്പോ കയറി വരുമ്പോ വാരി തുമ്പി താഴെ അടിക്കുവോ, പിള്ളേർ ഇനി ഓടി ഒളിക്കണോ, മൊബൈൽ എന്തിനാ ടി വി വെച്ചോണ്ടിരിക്കണേ എന്ന് പറഞ്ഞ് ചൂടാവോ, ഒച്ചയില്ല, ബഹളവും ഇല്ല, സൈലൻസ്, സമാധാനം. അതെ അതെ. പിന്നെ മാം ഞാൻ കുറെ ഇങ്ങനെ ലേഡീസിനോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ആയിട്ട് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ലിവിങ് ജസ്റ്റ് ലിവിങ്. അപ്പൊ മാമിന് ആ ലേഡീസിനോടൊക്കെ എന്താ പറയാ, ലൈക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ഫൈനാൻഷ്യൽ കോ ഡിപെൻഡൻസ്? എപ്പോഴും പറയുന്നില്ല, നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഫൈനാൻഷ്യലി വേറൊരാളെ ഡിപ്പെൻഡ് അങ്ങനെ വരുമ്പോഴേക്കും ഒരു യജമാനൻ അടിമ എന്നുള്ള ഒരു രീതി എല്ലായിടും അല്ല കേട്ടോ. അല്ലാതെ വന്നിട്ട് ജീവിക്കുന്നവരുണ്ട്. എന്നിട്ട് വൈഫ് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ആയിട്ട് കരുതുന്നവരുണ്ട്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഞാനില്ലേ തന്നെ, ഇന്നലെ തന്നെ പൈസ എവിടെ പോയി, അതില്ല അതിന്ന് വാങ്ങിച്ചാൽ മതി, ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഡിപ്പെൻഡന്റ് ആവുന്നത്. ഈവൺ അവരുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് വേറൊരാളെ ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഇൻഡിപെൻഡന്റ് ആവുക, അതാണ് നല്ലത്. എപ്പോഴും നമ്മളെ കോൺഫിഡൻസ് കൂടും. പക്ഷെ ലേഡീസ് മാം ഇങ്ങനെ പ്രഗ്നൻസി ടൈമിലും ഒരു ബ്രേക്ക് എടുക്കുന്ന കരിയറിന്, അത് കഴിഞ്ഞിട്ട് അവർക്ക് ജസ്റ്റ് സോ ഇൻവോൾവ് ഇൻ പിള്ളേരെ ഞാൻ ഇവരെ പറഞ്ഞതൊന്നും നിയമമായിട്ടൊന്നും അല്ല. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇല്ലാതെ ഡിപ്പെൻഡന്റ് ആയിരിക്കുന്നത്, സ്വന്തമായിട്ട് ഏർണിംഗ് ഇല്ലാത്തവർക്ക് സത്യമായിട്ടും കോടതിയുടെ എല്ലാ സപ്പോർട്ടും നിൽക്കും. അതിനകത്ത് മെയിന്റനൻസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഷുഡ് പ്രൊവൈഡർ എല്ലാം കൊടുത്തേ പറ്റുള്ളൂ നമുക്ക്. എന്ന് വെച്ചാൽ അലുമിനിയം മെയിന്റനൻസ് എല്ലാ കൊച്ചുങ്ങളുടെ കാര്യത്തിന് എല്ലാം വന്നിട്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ടി വരും. നിയമം ഉണ്ട് അവിടെ. പക്ഷെ മാം സപ്പോർട്ട് കോടതി തന്നെയാണെങ്കിൽ ഓടിപ്പോയ ഷേന ബഹുമാന്റെ കോടതി എനിക്ക് ഭർത്താവ് തരണില്ല, എനിക്ക് കാശ് തരണമെന്ന് കോടതി അപ്പം തന്നെ പറയുന്നില്ല, എടുത്തു കൊടുക്കും. കേസ് നമ്മൾ നടത്തണം. നടത്തിയിട്ട് ഇടയ്ക്ക് ഇന്റർവ്യൂ മെയിൻ്റനൻസ് കിട്ടിയാലും വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. കേസ് നടത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയും സ്ട്രഗിൾ എടുക്കുന്ന സമയം ഒരു ജോബ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ പറഞ്ഞ പോലെ പ്രഗ്നൻസി ടൈമില് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയം പറ്റത്തില്ല. പക്ഷെ ആ കരിയറിൽ ആ ബ്രേക്ക് ആകുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് റീജോയിൻ ചെയ്യാന് ഭയങ്കര, പിന്നെ കുട്ടികൾ ചെറുതായിരിക്കും, ഒരു കിൻഡർ ഗാർഡനൊക്കെ ക്രച്ചിലൊക്കെ വിടാനും അത്രയും താല്പര്യം ഉണ്ടാവാത്ത കുറെ അമ്മമാരുണ്ട്. അപ്പൊ അവരൊരു ബ്രേക്ക് എടുക്കുന്ന ആ സമയത്ത് അല്ല, അതിനുള്ള നിയമത്തിന്റെ സപ്പോർട്ടും ഫിനാൻഷ്യലി സപ്പോർട്ടും മെയിന്റനൻസ് കൊടുക്കണം എന്ന നിയമം എഴുതി വെച്ചിരിക്കുകയല്ലേ വൈഫിനും കുട്ടിക്കും. അപ്പൊ മാം ഇപ്പം നമ്മള് ഈ കേസസിനോടൊക്കെ സംസാരിച്ചു. അപ്പൊ മാമിന് ഇപ്പം എങ്ങനെ, ഒരു ലൈറ്റ് ക്വസ്റ്റ്യൻ ആണ്, ലവ് മാരേജ് ആണോ വർക്ക് ആവുന്നത്, അറേഞ്ച് മാരേജ് ആണോ വർക്ക് ആവുന്നത്, ആൻഡ് വാട്ട് ആക്ച്വലി ക്ലിക്സ്? ഇതിപ്പം നമുക്ക് എന്താ പറയാ, പേഴ്സണൽ ആയിട്ട് ഞാൻ പറയാം, അഡ്വക്കേറ്റ് എന്നുള്ള ലീഗലി ഞാൻ പറയും. പേഴ്സണലി പറയുകയാണെങ്കിൽ ഐ ഓൾവേസ് സപ്പോർട്ട് ലവ് മാരേജ്. അല്ലാതെ ഒരു ലീഗൽ അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലവ് മാരേജ് എന്നോ അറേഞ്ച് മാരേജ് എന്നോ ഇല്ല. ഓൺലി മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന വഴിയൊന്നുമില്ല, ഓൺലി മാരേജ്. പിന്നെ അല്ലെങ്കിൽ ഹിന്ദു മാരേജ്, ക്രിസ്ത്യൻ മാരേജ് റിലീജിയസ് ബേസ്ഡ് ആണല്ലോ, സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ട് വരുന്ന, അല്ലെങ്കിൽ മുസ്ലിം മാരേജ്. ഇത് മാത്രമേ നിയമത്തിന്റെ മുമ്പേ നമുക്ക് മാരേജ് ഉള്ളൂ, ഡിഫറൻസ് ഇല്ല. മനസ്സിലാവുന്നത് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും പരസ്പരം മനസ്സിലാക്കി ഒരു ഇന്റിമസി ഒക്കെ ഫീൽ ചെയ്ത് ഒരു ഇമോഷണലി ബോണ്ട് ഉണ്ടാക്കി കല്യാണം കഴിക്കുന്നത് കുറച്ചുകൂടെ മാട്രിമോണിയിൽ കണ്ട് അല്ലെങ്കിൽ അവിടെ കണ്ട് ഇവിടെ കണ്ട് കിട്ടുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ എല്ലാം അത് സക്സസ് ആവും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. പേഴ്സണലായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാനിപ്പോ എന്റെ കുഞ്ഞിനോട് പറയണത് തന്നെയാണ് എല്ലാവരോടും കൊടുക്കുന്ന അഡ്വൈസ്. എന്റെ മുമ്പ് ഒരു ക്ലയന്റ് വന്നാലും ഞാൻ അഡ്വൈസ് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എന്റെ കുഞ്ഞ് അവിടെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് അഡ്വൈസ് കൊടുക്കും? ഒരിക്കലും ഞാനത് എന്റെ കൊച്ചിന് ബെറ്റർ അല്ലേ കൊടുക്കുള്ളൂ. അതേപോലെ എന്റെ കുഞ്ഞിനോട് ഞാൻ ഇത് തന്നെയാണ് പറയണത്, ഫൈൻഡ് ഔട്ട് യുവർ പാർട്ട്ണർ. അതല്ലാതെ എനിക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ. പിന്നെ ഇപ്പൊ മാം ലിവ് ഇൻ റിലേഷൻസും കുറെ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ മാം സപ്പോർട്ടീവ് ആണോ? എങ്ങനെ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സൺ നൈസ്ലി? അല്ല, അവിടെ വന്നിട്ട് ചതിക്കപ്പെടുന്ന പെണ്ണുങ്ങളുണ്ട്. അത് കാരണം എനിക്ക് അതിനെ അങ്ങനെ ലിവിങ് റിലേഷൻ ആയിക്കോ വ്യക്തിപരമായിട്ട് ഉള്ള രീതിയിൽ, പക്ഷെ അയാൾ നാളെ കല്യാണം കഴിക്കും എന്നുള്ള ഉറപ്പിന്റെ മേലിൽ ചെന്ന് ജീവിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോയ്സ് എന്റേതായിരിക്കണം. ഞാൻ ലിവിങ് ഓക്കെ, പക്ഷെ ഞാൻ വേണോ കല്യാണം കഴിക്കണോ വേണ്ടതെന്നായിരിക്കും. പക്ഷെ അതിനല്ലാതെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്തിട്ട് അയാൾ നാളെ എന്നെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാം വന്നിട്ട് അയാൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു തയ്യില്ല. ഇതിൽ ഏതെങ്കിലും ലോ അസോസിയേറ്റ് ഉണ്ടോ മാം ഫോർ ലിവിംഗ് ഇൻ റിലേഷൻഷിപ്പ് മാരേജുമായിട്ട് സപ്പോർട്ടീവ് അല്ല. പക്ഷെ എന്നാൽ പോലും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം
ലിവിംഗ് റിലേഷൻഷിപ്പ് എല്ലാവിധ നിയമ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. Okay, ഈവൻ okay. മെയിന്റനൻസ് റീസെന്റ് ഇങ്ങനെ ഞാൻ കേട്ടത് 2005 ഡൊമസ്റ്റിക് ബാലൻസ് ആയിട്ട് അതിനകത്ത് ഒരു മാരേജ് ബോണ്ട് വേണമെന്നില്ല. ഒരു റൂഫിന്റെ കീഴിൽ, അതായത് ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് വേണം എന്നേ ഉള്ളൂ, മാരേജ് വേണ്ട. പിന്നെ ലോങ് ടേം ആയിട്ടുള്ള ലിവിംഗ് റിലേഷൻഷിപ്പിനെ കോടതി മാരേജ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആണോ? അത് എല്ലാത്തിനും ഇല്ല കേട്ടോ, ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് നോക്കിയിട്ടാണ് കോർട്ട്. ഓക്കെ, ലോങ് ടേം ലിവിംഗ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇറ്റ്സ് ഒരു ഫോം ഓഫ് മാരേജ് ആയി എന്ന് കരുതുന്നു. പിന്നെ ലിവ് ഇൻ റിലേഷനിൽ പ്രഗ്നന്റ് ആവുന്ന കേസസും ഉണ്ടല്ലോ. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് എല്ലാവിധമായിട്ടുള്ള ലീഗൽ റൈറ്റ്സും മറ്റതുപോലെ കിട്ടും. ഓക്കെ ഓക്കെ. നമുക്ക് ഒരിക്കലും ഇല്ലെജിബിലിറ്റി ചൈൽഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇല്ല, എല്ലാ റൈറ്റ്സും ഫാദറിൽ നിന്ന് കിട്ടാനുള്ള അല്ലെങ്കിൽ മദറിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ അവകാശവും കുഞ്ഞിന് കിട്ടും. ഗ്രേറ്റ് ഗ്രേറ്റ്, ഫൈൻ. അപ്പൊ മാം നമുക്കിനി ഹോമോസെക്ഷൽ ആൻഡ് ഏസെക്ഷൽ അങ്ങനത്തെ റിലേഷൻഷിപ്പിലോട്ട് പോവാം. Do you support that and what are the laws associated with that എന്ന് പറയാം. പേഴ്സണലി ഞാൻ എതിർക്കേണ്ട കാര്യമില്ല. അത് സെക്ഷുവാലിറ്റി അതൊരു ക്രൈമോ ഒരു കുറ്റകരമാണെങ്കിലല്ലേ ഞാൻ എതിർക്കണം. ഈ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ, എനിക്ക് എന്താണ് സെക്ഷുവാലിറ്റി ഉള്ളത് എന്നതിപ്പോ ലെറ്റർ ആണോ, ഹോമോ ആണോ, ഏ സെക്ഷൽ ആണോ, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ബൈസെക്ഷൽ ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതൊരു കുറ്റമാവുന്നത് അല്ലെങ്കിൽ ഒരു റോങ് പോലെ ഫീൽ ചെയ്യണമെന്നാണ്. അറിഞ്ഞിട്ടും ഒരാള് വേറെ ജീവിതത്തിൽ, ഇപ്പൊ ഞാൻ ഹോമോസെക്ഷൽ ആണെങ്കിൽ ഞാൻ അത് അറിഞ്ഞുകൊണ്ട് വേറൊരാളെ കല്യാണം കഴിച്ചിട്ട് അയാളുടെ ലൈഫിലും കൂടെ പോകുന്നു, അല്ലെങ്കിൽ ഈവൻ സെക്ഷൽ ഓറിയന്റേഷൻ ഇല്ല, അതാണല്ലോ ഏ സെക്ഷൽ എന്ന് പറയുന്നത്. അറിഞ്ഞു വെച്ചിട്ടും കല്യാണം കഴിച്ച് നോക്കാം, ചിലപ്പോ ശരിയായാലോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര, അങ്ങനെ വരുന്ന ഒരുപാട് കേസസ് എനിക്ക് വരാറുണ്ട്. അങ്ങനത്തെ ഒരു കേസ് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? നമുക്കത് ഡിവോഴ്സിനുള്ള ഗ്രൗണ്ട് ആണ് എല്ലാം വന്നിട്ട്. ഇപ്പൊ ബേസിക് എന്ന് പറയുന്നത് ഒരു മാരേജിന്റെ ഒരു ബോണ്ട് എന്ന് പറയുന്നത് സെക്ഷൽ ഇന്റിമസി എന്ന് എല്ലാ കോടതികളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു രോഗം വന്നോ അസുഖം വന്നോ വരുന്നതല്ല. കുട്ടി ഉണ്ടല്ലോ, അപ്പൊ എങ്ങനെയാ? അയ്യോ, ഒരിക്കലും ഇല്ല. കുട്ടി ഉണ്ടാവുന്നത് ഇത് രണ്ടാ. കുട്ടി കാതൽ ഫിലിമിൽ പറഞ്ഞ പോലെ ഹോമോസെക്ഷൽ ആണെങ്കിൽ ചില സമയത്ത് കുട്ടി ഉണ്ടാവാം അവർക്ക് ആ രീതിയിൽ. പക്ഷെ അതിന്റെ അർത്ഥം അവര് എന്താ പറയാ, ഒരു നല്ലൊരു സെക്ഷൽ ബോണ്ട് അവര് ഉണ്ടെന്നല്ല. പിന്നെ ലോങ് ടേം സെക്ഷൽ ഡിനയൽ ആണെങ്കിൽ ഇറ്റ്സ് ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ആണ്. സെക്ഷൽ ബോണ്ട് ഇല്ലാത്തത് എന്താ പറയുക, ഒരു ഡെഡ് മാരേജ് ആണ്, സെക്സ്ലെസ് മാരേജസ്. ആൾക്കാര് ഡിസ്കസ് ചെയ്യുന്നില്ല. അതെ അതെ അതെ, അതെങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ള വേണം. ഒരു ഫിസിക്കൽ ഇന്റിമസി, ഇമോഷണൽ ഇന്റിമസി പോലെ ഉള്ള ഒരു സാധനം തന്നെയാണ് ഫിസിക്കൽ ഇന്റിമസി. അതല്ലാതെ ഒരു ഡെഡ് മാരേജ് ക്യാരി ചെയ്തിട്ട് ഒന്നും നേടാനില്ല. ചിലർ വന്നിട്ട് മറ്റേ ആള് ഭയങ്കരമായിട്ട് നീയില്ലെങ്കിൽ ഞാൻ ജീവിക്കാൻ, പക്ഷെ അത് അയാളുടെ പ്രശ്നമാണ്, അതിന് മറ്റുള്ള സഫർ ചെയ്യണമെന്നില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് എന്താണെന്ന് അറിയാം, നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തുമ്പോഴാണ് അവിടെ പ്രശ്നം വന്നത്. നിങ്ങൾ നിന്നോളോ നിക്ക് ചെയ്യും, പക്ഷെ സ്വയം നഷ്ടപ്പെട്ട് അവിടെ നിൽക്കേണ്ട. നമ്മളെല്ലാം സഫർ ചെയ്ത്, ഇപ്പൊ മറ്റേ ആൾക്ക് നല്ല ഫിസിക്കലി ഹെൽത്ത് ഉള്ള ഒരാള് എന്നിട്ട് പറയുന്നത്, നീ ഇടയ്ക്ക് ഒരു കേസ് പറഞ്ഞതെന്ന് വെച്ചാൽ നീ വേറെ ആരുടെയെങ്കിലും കൂടെ പോയി കുട്ടി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ വേറെ ജീവിച്ചോ, പക്ഷെ ഇത് ഇങ്ങനെ പേരിന് വേണ്ടിയിട്ട് ആ ടൈ നിലനിർത്തി അതിന് സൊസൈറ്റി എന്ന് പറയുന്നത്, പേരൻസ് ഫാമിലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? അവർക്ക് അത് പറ്റില്ല. അത് മാം ഫാമിലിയും സപ്പോർട്ടാണ്. ഞാൻ അങ്ങനെ കേസസ് കണ്ടിട്ടുണ്ട്. ഈ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾഡ് ജനറേഷൻ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇല്ലെങ്കിലൊക്കെ ജീവിക്കാം. ഞാൻ ഇതിന്റെ അച്ഛനും ഒക്കെ അങ്ങനെയൊന്നും ഇല്ല. അറ്റ്ലീസ്റ്റ് കള്ളു കുടിക്കുന്നില്ലല്ലോ, കള്ളു കുടിക്കുന്നില്ല, വേറെ നിന്റെ കാര്യം ഫുഡ് കൊടുക്കുന്നില്ലേ, പിന്നെ ഇവിടെ എങ്ങാനും വല്ല വഴിയിൽ ഒരു കുഞ്ഞ് ജനിച്ചു ജീവിക്കുക. എന്റെ ദേവി, ഇത് ആരും ഇടപെടാതിരിക്കുക. ഇത് പ്യൂർലി അവനവന്റെ ഡിസിഷൻ ആണ്. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? അല്ലാതെ ഒരിക്കലും വന്ന് നമ്മൾ അതിനെ കയറി അവരുടെ സ്റ്റോറി, നമ്മുടെ സ്റ്റോറി അല്ല, നമ്മുടെ ലൈഫും അല്ല, അവരുടെ സ്റ്റോറിയാണ്, അവരുടെ ലൈഫാണ്. ലെറ്റ് ദം ഡിസൈഡ്, അവർ തീരുമാനിക്കട്ടെ, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇനീഷ്യലി ഒരു ഫാമിലി സപ്പോർട്ട് യു തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് എന്താ വെച്ചാൽ പെണ്ണുങ്ങള് ദേ ആർ ഓൾറെഡി ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ് അല്ലെ, അപ്പൊ ഒരു പുഷ് ഐ തിങ്ക് ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. വാട്ട് ഡു യു തിങ്ക്? അല്ലെ, ഇപ്പോഴത്തെ സിലബില് പിള്ളേരുടെ ഫാമിലി കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും ഫാമിലി സപ്പോർട്ട് ഇല്ല എങ്കിൽ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ നാടി പോകുന്നത്. പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് വീട് പോലും ഉണ്ടാവും. സ്വന്തം വീട്ടിൽ നിന്ന് അവിടെ കയറ്റിയില്ലെങ്കിൽ ഇവിടെയും ഇല്ല, രണ്ടിടവും ഇല്ലാതെ ആകുമ്പോഴേക്കും അവൾക്ക് നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടാവും. അങ്ങനെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് വരും. അല്ലാതെ വന്നിട്ട് കുറച്ചൊക്കെ ആൾക്കാർ മാറി തുടങ്ങി. സന്തോഷത്തോടെ ഇരുന്നാ മതി, തൂങ്ങി മരിക്കണേ
ജീവിക്കുന്നതിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുഭവിക്കുന്നതിനേക്കാളും നല്ലത് ഹാപ്പി ആയിട്ടിരിക്കുന്നതാണെന്ന് ചിന്ത വന്നു തുടങ്ങി. ഇപ്പൊ മാം ആ കേസ് കണ്ടില്ലായിരുന്നോ, ഡൗറി കേസ്, സൂയിസൈഡ്, അങ്ങനത്തെ കേസസ് ഒക്കെ മാമിന്റെ അടുത്ത് വരുമ്പോ മാം എങ്ങനെയാണ്, ഓൾറെഡി ഡാമേജ് ആയി എല്ലാം അല്ലെ, അപ്പൊ എങ്ങനെയാണ് റിലീഫ് കൊടുക്കുന്നത് ടു ദ ഫാമിലി? ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവള് പറയുന്നത് മനസ്സിലാക്കാതെ വരുന്ന പാരന്റ്സ് ഉണ്ട്. ഇവർ കൂടെ വരും നമ്മളെ കൂടെ, ഞാൻ അവരെ ഇറക്കി വിടുവാണ്. കൊച്ചിനെ പിടിച്ചിട്ട് അവരുടെ അടുത്ത് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ കണ്ടപ്പോ അല്ലെ, പക്ഷെ എന്നാലും അവര് ഒരു ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു നിസ്സാരമായിട്ട് കരുതിയ ചെറിയ ചെറിയ എന്താ സിഗ്നൽസ് അല്ലേ അത്, റെഡ് ഫ്ലാഗ്സ്. അത് നമ്മൾ കണ്ടു തന്നെ ആവണം, അല്ലെങ്കിൽ മനസ്സിലാക്കി തന്നെ ആവണം. അതൊരു ക്രൈമിനോട്ട് വളരെ രീതിയിൽ വരും. ഈ ഇടയ്ക്ക് നിലമ്പൂരിൽ ഒരു അമ്മായിമ്മ വെട്ടിക്കൊന്നു എന്ന് പറയില്ല, അതൊക്കെ ഇതിനു മുന്നേ എപ്പോഴെങ്കിലും ഒരു ത്രെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നൽസ് കാണിക്കും ഇവരുടെ ഈ ക്രിമിനൽ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പൊ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ. അത് നിസ്സാര കാര്യത്തിൽ പോകുമ്പോഴൊരു വലിയ അപകടം ഉണ്ടാവും. അതേപോലെ ഈ സൂയിസൈഡിലേക്ക് പോകുമ്പോഴും അവർക്ക് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അവർ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, കരഞ്ഞിട്ടുണ്ടാവും, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഫ്രണ്ടിന് കോളൊക്കെ ചെയ്തിട്ട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എല്ലാരും കരുതി. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമോ അയ്യോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, പിന്നെ ചാനൽ ചർച്ചയായി, മറ്റേ തിരികത്തിക്കലായി എല്ലാം. ഈവൻ ഞാനിത് കുറെ അനുഭവിച്ചിട്ടുണ്ട് ഷൈന, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈവൻ ഞാൻ ആ ടൈമില് എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ജീവിക്കാൻ പറ്റും, ഞാൻ എന്താ ചെയ്യണ്ടേ, എന്റെ ഏർലി 30s ഇപ്പൊ ഞാൻ 50 ഏർലി 30s കാണുമ്പോ തോന്നില്ല. എന്നിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അവള് പേടിച്ചിട്ട് പിന്നെ എന്നെ വിളിക്കാണ്ടായി. എന്താന്നറിയോ, ഞാൻ എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ എന്റെ ലാസ്റ്റ് കോൾ അവളുടേതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവള് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങള് ഇതിന് കണ്ടപ്പോഴേക്കും പുള്ളിക്കാരത്തി പറഞ്ഞു, ശേഖാ ഇങ്ങനെയുള്ളതൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്താ നീ എന്നെ ഒന്നും പിന്നെ വിളിക്കാതെ. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത് നീ ഒന്നും അങ്ങനെ വിളിച്ചില്ലേ, ഞാനൊന്നും പേടിച്ചു പോയി. ഈ എന്നാലും ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ പോലീസ് വന്ന് നോക്കുമ്പോ പോലീസിന്റെ ലാസ്റ്റ് കോള് അവളെ ചോദ്യം ചെയ്യില്ലേ. അതൊക്കെയാണ് സൊസൈറ്റി മാറേണ്ടത്. ആരും ഉണ്ടാവില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഉണ്ടാവുള്ളൂ. You are a pro now. You've been handling so many people in so many ages. മാമിന് എന്താ തോന്നുന്നത്, ഇങ്ങനെ മാരേജസ് ഇൻ കമ്മിങ് ജനറേഷൻ, will it actually work? Is it deteriorating day by day? മാരേജസ് കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് ആവോ in near future? മാരേജ് ഇല്ലാണ്ടൊന്നും ആവൂല, അത് നിൽക്കും, ആ ഒരു സിസ്റ്റം നിൽക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് സേഫ് റൈറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡില് അത് സേഫ് ആയിട്ട് നിൽക്കും. അങ്ങനെ ഉള്ളവരിൽ നിന്നാണെങ്കിൽ രണ്ടുപേരും അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉള്ളവരില് ഉറപ്പായിട്ട് നല്ല രീതിയിൽ നിൽക്കും. അല്ലാത്തടത്ത് നിൽക്കില്ല. പക്ഷെ മാറ്റങ്ങൾ വരും ഷൈന. മാരേജ് അങ്ങനെ ഇല്ലാണ്ടാവില്ല. പക്ഷെ മാരേജില് ഒരുപാട് രീതികൾ, എല്ലാവരുടെ ചിന്താഗതികള് എന്താണ് മാരേജ്, അതിന്റെ ബേസ് എന്താണ്. മാരേജ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൺലി എ പാർട്ണർഷിപ്പ്. അല്ലാതെ സെക്ഷലിന് വേണ്ടിയിട്ട് ഒരാളെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോട്ടീവില് കല്യാണം കഴിക്കുക, അതൊന്നും അല്ല. എന്റെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ എനിക്ക് ഒരു പാർട്ണർ വേണം, എനിക്ക് സ്പൗസ് വേണം. ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ്. ആരും കൂടുതലല്ല, ആരും താഴെയല്ല, ആരും ആരുടെ സ്ലേഹവും അല്ല, യജമാനനും അല്ല എന്നുള്ളൊരു മ്യൂച്വൽ പോകുമ്പോ അങ്ങനത്തെ ഒരു സെറ്റ് വന്നു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകും. അതാണ് മാറ്റങ്ങൾ വേണം. മറ്റേത് അങ്ങനെയല്ലായിരുന്നു. മാരേജ് എന്ന് പറയുമ്പോഴേക്കും ഒരു പുരുഷ മേധാവിത്വം, ഒരു പാട്രിയാർക്കി രീതിയിൽ അയാൾക്ക് എല്ലാ രീതിയിലും അയാൾ ആവശ്യപ്പെടുന്ന സമയത്ത് സെക്സ് പ്രൊവൈഡ് ചെയ്യുക, ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, ഈവൺ അങ്ങനത്തെ എല്ലാ രീതിയിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അതൊക്കെ മാറിയില്ലേ. ലൈഫ് ലോങ് ഞാൻ സെക്സ് ലൈവായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു ലൈസൻസ് ഒക്കെ ആയിരുന്നു അന്ന്. ഞാൻ കല്യാണം കഴിച്ച പിന്നെ എന്തിന്, എനിക്ക് ആവശ്യമുള്ളപ്പോ വരാനില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇനി വേറെ പെണ്ണുങ്ങളെ നോക്കണോ, ഇതൊക്കെയല്ലേ ഇവര് പറയുന്നത്. അതൊക്കെ മാറി. പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല, അത്രയും. ഡൗറി കേസസ്, ഡു യു തിങ്ക് ഇറ്റ് ഹാസ് ബീൻ ഡിക്രീസിംഗ് നൗ? ഇന്നത്തെ ജനറേഷനിൽ ഡൗറി കേസസ് കുറവാണോ അതോ കൂടുതൽ അങ്ങനെ തന്നെയാണോ? കുറവാണ്, പക്ഷെ ഉണ്ട് കേട്ടോ, അത് നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ പേരിലല്ല നിൽക്കുന്നേന്നുള്ളത്. എന്തോ പറഞ്ഞ പോലെ ഇടണായിട്ട് സാധനം ഉണ്ട്. നമ്മളിപ്പം കല്യാണ സമയത്ത് ഈ വാരിക്കോരി കൊടുക്കുന്ന പെണ്ണിന്റെ വീട്ടുകാർ തന്നെയാണ് ഇത്. എനിക്ക് ഈ ഇടയ്ക്ക്
എനിക്ക് കഴിഞ്ഞ ആഴ്ച എന്റെ ജൂനിയർ കല്യാണം കഴിച്ചു. അവളും രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ്. ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്നതാണ്. കാരണം അവർ രണ്ടുപേരും അവരുടെ കല്യാണം ഡിസൈൻ ചെയ്തിട്ട് അവര് തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് അതിനകത്ത് സ്വർണ്ണവും ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രീതിയിലൊരു നല്ല റിസോർട്ടൊക്കെ അവര് ബുക്ക് ചെയ്ത് അവർ ഏൺ ചെയ്ത മണിയില്ല. സീരിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരുടെ വന്നിട്ട്. അപ്പോൾ പാരന്റ്സിനെ വന്നിട്ട് ഞാൻ ചോദിച്ചപ്പോഴേക്കും ഞങ്ങളാണ് ചെയ്തത് മാം, എല്ലാം ഞാൻ ഇൻവിറ്റേഷൻ ചെയ്തതെല്ലാം ഞങ്ങള് എന്ന് പറഞ്ഞിട്ടാണ് അവർ എഴുതിയിരിക്കണേ. അങ്ങനെ ഞാനിപ്പോ റീസെന്റ് ഒരു ആഡും കണ്ടിട്ടുണ്ടായിരുന്നു. അതില് പറയുന്നത് ഡൗറി അങ്ങനെ ഗോൾഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു വാണ്ട് മീ ടു ബി ഹാപ്പി യു ഗിവ് മീ ആൻ ആസെറ്റ് അല്ലേ? തരാമല്ലോ. അല്ലെങ്കിൽ മാറി അടിഞ്ഞ് 100-105 പവൻ ഇട്ട് പിന്നെ അതിനെ സൂക്ഷിക്കണം. അവരെ ലോക്കറി വെക്കണോ ഇവിടെ? പിന്നെ അതിന്റെ മുകളിൽ സ്ട്രഗിളാണ്. അവര് വീട്ടിൽ പോകുമ്പോഴേക്കും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലോക്കറി വെക്കുന്നത്. അപ്പൊ ഇവക്ക് അങ്ങ് തന്നു. മാഡത്തിന്റെ വീഡിയോസും കുറെ കണ്ടിട്ടുണ്ട്. ലോക്കറി വെക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോഴേക്കും അവൻ അവിടെ ഡൗട്ട് ആവും. അപ്പൊ അവർക്ക് എന്നെ വിശ്വാസം ഇല്ലേ? അങ്ങനെ പറഞ്ഞു. എന്തിനാ അത്? ഒന്നും വേണ്ട. ഉണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ അതേപോലെ തന്നെ നല്ല ഭംഗിക്കിടാൻ പറ്റുന്ന സാധനങ്ങൾ കിട്ടുന്നുണ്ട്. കാശ് ഒരു അസറ്റാണ് കേട്ടോ, ഇല്ലാന്ന് പറയണില്ല. ഗോൾഡ് കൊടുക്കേണ്ടെന്നൊന്നും പറയില്ല. പക്ഷെ അതിന്റെ പേരിൽ ഒരു ഫൈറ്റിലേക്ക് പോവാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അസറ്റ് ആയിട്ട് വയ്ക്കുക. അവനവന്റെ നമ്മൾ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി ക്യാരി ചെയ്യുക. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ കടന്ന് കരഞ്ഞിട്ടും പിടിച്ചിട്ടും പ്രശ്നം. മാം, ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അതിന്റെ മുകളിൽ എന്തെങ്കിലും കേസ് സ്റ്റഡി ഉണ്ടോ മാമിന്റെ? കുറെ കേസസ് ഇങ്ങനെ വരാറുണ്ടായിരിക്കും, ഐ എം ഷുവർ. അപ്പൊ മാമിനെ ഒന്ന് യു ക്യാൻ ഡിസ്കസ് ഇറ്റ് വിത്ത് ഓഡിയൻസ്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇപ്പൊ വന്നിട്ട് ഒരു കോമൺ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ആരോ പറയണല്ലോ വൈഫും സൈഡ് ചിക്കും എന്ന് പറയുന്നത്, ഗേൾ ഫ്രണ്ടും വൈഫ്. അതെന്താ വെച്ചാൽ രണ്ടുപേരും വേണോന്നുള്ളത് തിരിച്ചും കാണാൻ കേട്ടോ. ഇത് മൊത്തം ഞാൻ ഈ പുരുഷനെ ഇങ്ങനെ വെച്ച് അതേ അപ്പം വന്നിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ഇൻസൾട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കെന്തോ ഒരു കുറവുണ്ടായിട്ടാണോ അങ്ങനെ പോയത്? ആ രീതിയിലൊക്കെ വന്നിട്ട് ആ റിലേഷൻഷിപ്പ് പിന്നെ അങ്ങ് പോയി. വിശ്വാസം നഷ്ടപ്പെട്ട്, ട്രസ്റ്റ് നഷ്ടപ്പെട്ട്. ചിലത് മാത്രമേ അത് സീരിയസ് ആയിട്ട് എടുക്കാറുള്ളൂ, ചിലത് വരാറുണ്ടോ എനിക്ക്. എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? ലൈക്ക് നമ്മൾ ഗ്രാന്റ് ചെയ്യാണ് ഡിവോഴ്സ്? നമുക്ക് ഒരു മിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഒരു ചാറ്റോ അല്ലെങ്കിൽ യാത്രയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്രൂവൽറ്റി ഗ്രൗണ്ടിൽ എടുക്കും. അത് അഡൾട്ടറി വരണമെങ്കിൽ ആ പാരമ്പര്യമായിട്ട് ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടെന്ന് തെളിയിക്കാം. അതിന്റെ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അഡൾട്ടറി വെക്കാൻ പറ്റും. അപ്പൊ ആ സമയത്ത് ഞാൻ പക്ഷെ അങ്ങനത്തെ കേസ് ആദ്യം എന്താന്ന് കൗൺസിലിംഗിന് വന്നിട്ട് നമ്മളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഇമോഷന്റെ പേരിൽ ഒരു പെർമനന്റ് ഡിസിഷൻ എടുക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് ചിലപ്പോ ഒരു ആ സമയത്തുള്ള ഒരു ചെറിയൊരു ക്രഷോ ഇൻഫാച്വേഷൻ ആയിരിക്കാം. അപ്പോഴേക്കും ഞാനത് മിക്കപ്പോഴും അത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് തെറാപ്പി എടുക്കും രണ്ടുപേരും. അങ്ങനത്തെ കേസസ് ഉണ്ടായിരുന്നു. കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് സൈക്കോളജിസ്റ്റിനെ വെച്ചിട്ടുണ്ട്. അതല്ലാതെ തന്നെ ചിലപ്പോ ഇപ്പം അല്ല നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് വന്നിട്ട് ഞാൻ എവിടെയെങ്കിലും എനിക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ ആരെങ്കിലും ഞാൻ റെഫർ ചെയ്യും. റെഫർ ചെയ്തില്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കും. ഞാനൊരു ലോയർ അല്ലേ, ചിലപ്പോ അത് അവർക്ക് മനസ്സിലാക്കി ചെയ്തു കൊടുക്കാൻ പറ്റിയാലോ. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് വരും. മാം ഒരു കപ്പിള് മാമിന്റെ അടുത്ത് വന്നു, മാമിന് എങ്ങനെയാണ് ഹാപ്പിനെസ് കിട്ടുന്നത് കൂടുതൽ? വെദർ ദേ വിൽ ബി ടുഗദർ ഓർ ദേ mutually decide to separate, what makes you more happy? അവര് ഹാപ്പി ആയിട്ടിരിക്കണതാണ് ഞാൻ ഹാപ്പി ആവുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുമിച്ച് പോവാൻ ചെറിയ ചെറിയ റീസൺസ് ഒക്കെ ആയിരിക്കും. ചിലപ്പോ ഒരു സഡൻ ആയിട്ട് ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും, ഡെപ്റ്റ് ഒക്കെ കയറി വന്നതായിരിക്കും. അപ്പൊ അവരുടെ പ്രശ്നം ഇവർ തമ്മിലുള്ള ഇഷ്യൂ അല്ല, സാമ്പത്തിക പ്രശ്നമാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടാൽ ചിലപ്പോ ഇവര് പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ട് വിടും. ചിലത് ഭയങ്കര ആപത്തിലോട്ട് പോകും. അത് ഞാൻ ഒരിക്കലും ഇല്ല. പിന്നെ ഹാപ്പിനെസ് ഒന്നും എനിക്കില്ല. നമുക്കിപ്പം സന്തോഷം, അവര് സന്തോഷമാണ് എനിക്ക് ഹാപ്പി ആയിരിക്കണം. രണ്ടുപേരും മാനസികമായിട്ട് ബുദ്ധിമുട്ടും. അപ്പൊ പിന്നെ വേറൊരാളുടെ വേദന നമുക്ക് എങ്ങനെ സന്തോഷം വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവര് ഹാപ്പി ആയിട്ട് പുറത്ത് വരുന്നത്, പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നത്, എന്നെ കാണാൻ വരുന്നത്, പിന്നെ സെക്കൻഡ് മാരേജിന് ഇൻവൈറ്റ് ചെയ്യുന്നത്, അതൊക്കെ എനിക്ക് സന്തോഷം തോന്നും. പിന്നീട് അതിലൊരു കുഞ്ഞു ഒരു കേസ് എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടല്ല, ഞാനും അവരോടൊപ്പം വർഷങ്ങളോ നടക്കും. അപ്പൊ അങ്ങനെ ഒരു ഇമോഷണൽ ബോണ്ടും വരും. പോയി കഴിഞ്ഞിട്ട് ഞാൻ പറയും ഈ പേരും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. പക്ഷെ സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു വിടാറ്.
അപ്പൊ മാം ഒരു നോർമൽ ആള് ഇപ്പം അപ്രോച്ച് ചെയ്യാണ് ഒരു ലോയർ, അപ്പം ഫൈനാൻഷ്യലി അത്രയും സ്ട്രോങ് ആവണം അവർക്ക്. എങ്ങനെയായിരിക്കും നോമിനൽ അമൗണ്ട്, ഫീസ് അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കർഷകർക്ക് ഉണ്ടാവുന്ന ചെലവെന്ന് പറയുന്നത് അഡ്വക്കേറ്റ്സ് ഫീസ് ആണ്. അല്ലാതെ വേറെ ചെലവുകളൊന്നും അവർക്ക് വരുന്നില്ല. വക്കീലിന് കൊടുക്കുന്ന കാശാണ് താഴെന്ന് അവർക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഞാനിപ്പോ 27 വർഷം ആകുമ്പോഴേക്കും നമ്മൾ എടുക്കുന്ന കേസ് കുറയും. എല്ലാം ഓടി നടക്കാൻ പറ്റത്തില്ല, നമ്മൾ സാധാരണ മനുഷ്യരാണല്ലോ. അപ്പോഴേക്കും നമ്മളത് സോർട്ട് ചെയ്യും. വർഷം 6 ക്ലയൻസ് മതി അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലയൻസ് മതി. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാല് ജൂനിയേഴ്സ് ഉണ്ട്, നല്ല മിടുക്കരായിട്ടുള്ള ലക്ഷക്കണക്കിന് പിള്ളേരാണ് എൻറോൾ ചെയ്ത് ഇറങ്ങുന്നത്. അപ്പൊ മിടുക്കരായിട്ടുള്ള വക്കീലന്മാരുണ്ട്. അതും പറ്റിയില്ല, 5 പൈസ കൊടുക്കാതെ തന്നെ സർക്കാരിന്റെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് അഡ്വക്കേറ്റ്സിനെ വെക്കും. ഞാനൊക്കെ ജൂനിയർ ആയിരിക്കും അതിന്റെ പാനൽ മെമ്പറാണ്. അപ്പൊ പാനൽ മെമ്പർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ സീനിയർ ആവുമ്പോൾ നമ്മളത് പോകില്ല, കാരണം പിള്ളേർക്ക് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അതിനകത്ത് നമുക്ക് ഫണ്ട് തരുന്നത് സർക്കാരാണ്. ലീഗൽ ഇവര് നമ്മൾ കക്ഷികളിൽ നിന്ന് വാങ്ങാൻ പാടില്ല, എല്ലാ വിധമായിട്ടുള്ള സപ്പോർട്ടും കൊടുക്കണം. അത് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബാക്കിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് അത് വലിയ എന്താ വെച്ച് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് കാശില്ലാത്തതുകൊണ്ട് കേസ് നടത്താൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലും വരരുതെന്ന് പറഞ്ഞിട്ടാണ് ലീഗൽ സർവീസ് അതോറിറ്റി എല്ലാ ജില്ലയിലും ഉണ്ട്. ഗ്രേറ്റ്. പിന്നെ മാം ഇങ്ങനെ ഫാൾസ് കേസസും ഉണ്ടാവും മാം? ഇപ്പൊ നോർമലി ആൾക്കാരൊക്കെ പറയുന്നത് ലേഡീസ് ഇങ്ങനെ മാരേജ് ജസ്റ്റ് ഫോർ ആലുമിനി അങ്ങനത്തെ സ്റ്റഫാണ് ഇപ്പൊ കൂടുതൽ. ഇല്ലാന്ന് പറയാറില്ല, പക്ഷെ അങ്ങനെ വളരെ റയർ ആണ്. അതാണ് എല്ലാം എന്നും പറയില്ല ഞാൻ. പക്ഷെ കുറെ സെലിബ്രിറ്റീസ് നമ്മൾ കാണാം. അതാണ് നമ്മളെ കാണുന്നത്. പക്ഷെ അത്ര കോടി ചോദിച്ചോ, ഇത്ര കോടി ചോദിച്ചോ എന്ന് പറഞ്ഞാൽ അത് മിക്കപ്പോഴും അത് സെറ്റിൽമെന്റിന് വരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ടോക്ക് വരുന്നത്. അല്ലാതെ കോർട്ട് വിധിച്ചിട്ടുള്ള കേസുകൾ നിങ്ങൾ വളരെ റയർ ആയിരിക്കും കേൾക്കുന്നത്. കോടതി മറ്റേ ജയൻ രവിയിൽ നിന്ന് ഇത്ര കോടി കൊടുക്കാൻ ഓർഡറായി ഇങ്ങനെ പറയില്ല. അവർ സെറ്റിൽമെന്റ് വരുമ്പോഴാണ് അത് കഴിഞ്ഞ് ഇത്ര കൊടുത്ത് സെറ്റിൽ ആയി എന്ന് പറയുന്നത്. ഇപ്പൊ അമീർ ഖാന്റെ സെലിബ്രിറ്റിയുടെ കേസുകളൊക്കെ. പക്ഷെ അല്ലാതെ ഒരു ഗ്രേഡി മൈൻഡ് സെറ്റോടുകൂടെ സ്ത്രീകൾ വരുന്നത് ബുദ്ധിമുട്ടാണ്. അത് നമുക്കൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുട്ടികളെ വളർത്തണം, അവരെ റെസ്റ്റ് ഓഫ് ലൈഫ് ജീവിക്കണം. അത് ഇവരെ കയ്യിൽ നിന്ന് കുറെ കാശ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും, ക്യാഷ് ഗോൾഡ്. അതൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ഉറപ്പായിട്ടും ലീഗൽ സപ്പോർട്ട് അവർക്ക് ഉണ്ട് സ്ത്രീകൾക്ക്. അത് കോടതിയാണെങ്കിൽ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഇങ്ങനെ ഫാൾസ് കേസായിട്ട് ലേഡി വന്ന് അങ്ങനെ എന്തെങ്കിലും കേസ് മാമിന് ഓർമ്മയുണ്ടോ? ഒരു വ്യക്തി എന്നുള്ള നിലയിലുണ്ട്, അഡ്വക്കേറ്റ്. അതെ ആ ഡെലിമ മാം എങ്ങനെയത്? പിന്നെ മാമിന് മനസ്സിലായി ഇൻ ബിറ്റ്വീൻ ആഫ്റ്റർ സോ മെനി hours ഓഫ് സിറ്റിംഗ് ആൻഡ് ഓൾ, ഇൻ ബിറ്റ്വീൻ യു ഗോട്ട് ടു നോ ഇവിടെയാണ് പ്രശ്നം, നമ്മുടെ ക്ലയന്റിൽ തന്നെയാണ് പ്രശ്നം. അപ്പൊ മാം എങ്ങനെയാ അത് ബാക്ക് ഔട്ടും ചെയ്യാൻ പറ്റില്ല? ഞാൻ ഒരിക്കലും ജഡ്ജ്മെന്റിലാവാറില്ല. ഇപ്പൊ സംസാരിക്കുമ്പോൾ മനസ്സിലാവില്ല. എക്സ്ട്രാ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും ഞാൻ ജഡ്ജ്മെന്റിലാവാറില്ല. ഫാക്ട്സും അല്ലെങ്കിൽ എന്റെ കേസ് എങ്ങനെയാണ്, അതിന്റെ എവിഡൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കും. ഒരിക്കലും അതിന്റെ സീനിയർ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഇൻസിഡന്റും ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ പണ്ട് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസ് വരും. അപ്പൊ ഞാനിത് പോകില്ല, ഞാൻ സീനിയർ ആയിരുന്നു, എനിക്ക് ദേഷ്യമൊക്കെയാണ്, ഇതൊക്കെ ഇത് വേറെ ജീവിച്ചു വിടും. പക്ഷെ അങ്ങനെ ഇരുന്ന സമയത്താണ് അഡ്വക്കേറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ, സീനിയർ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രൊഫഷൻ, നീ അവർക്ക് വേണ്ടി നിൽക്കുകയാണ്, അപ്പൊ അവർക്ക് വേണ്ടി നിൽക്കുക. നിന്റെ മനസ്സിൽ അവരെ അത് തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവരുടെ കൂടെ നിൽക്കുക. പിന്നെ ഈ പറയുന്ന ഗ്രേഡിയൽ മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഞാൻ പറയില്ല, നമ്മളെന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ന്യായമായിട്ട് ചോദിക്കും. അല്ല അവർക്ക് കുറെ കാശുണ്ട് അത് കാരണം എനിക്ക് കുറെ കാശ് വേണം എന്ന് ചോദിക്കുന്നത് ശരിയല്ല. നമുക്കൊരു എത്തിക്സ് ഇല്ലേ? പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മളുടെ ഉള്ളിലും അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, തല ഉയർത്തി വാദിക്കാൻ പറ്റില്ല. മാം നമ്മള് സപ്പോർട്ട് സിസ്റ്റമിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ പേരൻസിന്റെ സപ്പോർട്ട് വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ഫോർ എനി ലേഡി ഓർ എനി ചൈൽഡ്. അപ്പൊ ഇങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പം വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് പേരൻസ് ഡു? സപ്പോർട്ട് ചെയ്യാത്ത മിസ്റ്റേക്സ് ആണോ? വാട്ട് യു ഫീൽ? സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ആദ്യം വേണ്ട പാരന്റ്സിന്റെ സപ്പോർട്ടാണ്. ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് ആണെങ്കിലും കുറെയൊക്കെ ഇമോഷണൽ സപ്പോർട്ട്. പാരന്റ്സിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഷെൽട്ടർ ഏറ്റവും ആവശ്യമാണ്. ആ ഷെൽട്ടർ കൊടുക്കുകയാണ് ഇവര് ചെയ്യേണ്ട ഒരു സപ്പോർട്ട്. പിന്നെന്ന് വെച്ചാൽ നെഗ്ലക്ട് ചെയ്യാതിരിക്കുക. അവളിപ്പം പറയാണ്, മോനെ നീ ഹാപ്പി അല്ലെങ്കിൽ ഇങ്ങി വാ, ഒരു വാക്ക്
ഈ ഒരു വാക്ക് പറഞ്ഞോടെ, അതല്ലാതെ ഇതാണ് കുടുംബം, നീ പിടിച്ചെന്നില്ലേ, എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്, നീ സഹിക്കുക ക്ഷമിക്കുക എന്ന് പറയാതെ ഒരു ഹാപ്പി ഇല്ലെങ്കിൽ കുറച്ച് ദിവസം നീ ഇവിടെ വന്നതില്ലേ, ഇങ്ങനെയെങ്കിലും പറഞ്ഞോടെ. അപ്പൊ അവൾക്കൊരു ഉള്ളിലൊരു ഹോപ്പെങ്കിലും തോന്നും, എനിക്ക് പോയ അവിടെ ഒരു മുറിയെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ കിടക്കാൻ പായെങ്കിലും ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾ പിടിച്ചു നിൽക്കും. എന്റെ പാരന്റ്സ് ആ സമയത്ത് അങ്ങനെ ഒരു ഷെൽട്ടർ പോലും തരാതിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേ. അതാണ് ഞാൻ പറഞ്ഞ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്നും കൊടുക്കണ്ട, കാശും കൊടുക്കണ്ട, ഒന്നും കൂടെ ഷെൽട്ടർ കൊടുക്കും. Ma'am, biggest advice എന്തായിരിക്കും for a couple who is on the verge of taking a divorce? What is your advice to them today? രണ്ടാളും കൂടെ ഡിവോഴ്സിലേക്ക് ഇരിക്കുകയാണ്. അവർ ആ ലെവലിൽ എത്തണം, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് എന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസിഷനിൽ എത്തണമെങ്കിൽ കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഇമോഷന്റെ പേരിൽ ഒരു പെർമനന്റ് ആയിട്ടൊരു ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. പിന്നെ കഴിയുന്നതും ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ശ്രമം, ഒരു എഫേർട്ട് എടുക്കൂ. ഒരുമിച്ച് പോകാൻ പറ്റുമോ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഓപ്പൺ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. അത് നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കണം. അതിനകത്ത് വല്ലാത്ത നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാരെയും കൂട്ടി വിവരമില്ലാത്ത കുറെ അമ്മാവന്മാരും അപ്പുറത്തെ വീട്ടിൽ അങ്ങനെ പള്ളിയിൽ അച്ഛന്മാരും, ഇനിയിപ്പോ ക്രിസ്ത്യാനികൾ ചീത്ത വിളിക്കും. കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. എന്റെ ഓഫീസിൽ ഞാൻ കേട്ടു പോലും ഇല്ല ഇങ്ങനെ വല്ല അമ്മമാര്, രാഷ്ട്രീയക്കാരന്മാര്, പള്ളിയിൽ അച്ഛന്മാര്, അതിന്റെ കർത്താവ് കൂട്ടി ചേർത്തന്നെ ദൈവം ചിന്തിക്കരുതെന്ന് പറഞ്ഞു. ഈവൻ ദോ ഐ എം എ ക്രിസ്ത്യൻ, മനസ്സിലായി, ക്രിസ്ത്യൻ ബിലീഫ് ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഇതൊന്നും അല്ല ജീവിക്കാൻ പോണേ, കർത്താവൊന്നും അല്ല ജീവിക്കാൻ പോണേ, ഈ പിള്ളേരെ ജീവിക്കാൻ പോണേ. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക. എന്നിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഈ പഠിച്ച ആൾക്കാരുണ്ടല്ലോ, കപ്പിൾ തെറാപ്പി ഒക്കെ എടുക്കുന്നത്, അവരെയും കൂടെ നോക്കുക. എഫേർട്ട് എടുത്ത് നോക്കിയിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഒരു ഡെസിഷൻ എടുക്കും. എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന മ്യൂച്വലി പിരിയുന്നവരാണ്. ഇപ്പോഴങ്ങനെ വരാറുണ്ട് ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുള്ള കപ്പിൾസ്. അവർ കഴിഞ്ഞതിന് ശേഷം കോഫി കുടിച്ചിട്ട് നിനക്ക് വേണോ, ഡ്രോപ്പ് ചെയ്യണോ എന്ന് പറഞ്ഞ് പിരിയുന്നുണ്ട്. ഭയങ്കര സന്തോഷം തോന്നും. ഇനി ഈവൻ ദോ അവര് ബ്രേക്ക് ആയെങ്കിലും ഹാപ്പി, മനസ്സിലായില്ലേ? അങ്ങനെ ആയിരിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ അവർക്കൊരു ഇപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് സംസാരിക്കണം, അപ്പൊ അവരെല്ലാം സെറ്റായിട്ട് വന്ന് ലീഗലി ഞാൻ ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്താൽ മതി. അപ്പൊ കോടതിയും എനിക്ക് ഒന്നും വലിയ ജോലിയില്ല, അവര് തന്നെ ഡിസൈഡ് ചെയ്ത് വരുന്നത്. റെസ്പെക്ട് ആണ്. ഇപ്പൊ റിലീജിയന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ റിലീജിയൻ ബേസിസിൽ കുറെ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടോ ആസ് പെർ ലോ? പോളിഗാമി ഈസ് ഓൾസോ ലോസ് റിലീജിയസ് ബേസ്ഡ് ആണ്, ഫാമിലി ലോസ് അല്ല. ഇനി യൂണിഫോം സിവിൽ കോഡ് വരണവരെ അത് നിലനിൽക്കുകയും ചെയ്യും. ഹിന്ദുവിനൊരു ലോ, മുസ്ലിമിന് വേറെ, ക്രിസ്ത്യൻസിന് വേറെ. ഇതിലൊന്നും പെടാതെ ഇരിക്കുന്നവർക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് വരും. പക്ഷെ ഏതാണ്ടൊക്കെ സെയിം ആണ്. ഇപ്പൊ ഗ്രൗണ്ട്സ് ഒക്കെ ഏതാണ്ട് സെയിം, ചില വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ ഹിന്ദു മാരേജിൽ ഒരു 7 ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിൽ മറ്റേതിന് കുറച്ച് ഗ്രൗണ്ട്സ് വേറെ ആയിരിക്കും. പക്ഷെ ഞാനും ഈ റിലീജിയൻ കയറി വരണേ എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പോലെ കർത്താവ് യോജിപ്പിച്ചതിനെ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യരെ പിൻവലിക്കില്ലെന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ വക്കീലന്മാർ ഏറ്റവും വലിയ മോശക്കാര് അവരുടെ മുമ്പേ വന്ന് നമ്മളായിട്ട് പിരിക്കാൻ നിൽക്കുന്നത്. നമ്മൾ കോർട്ടിനെ അല്ലേ, ലോ അല്ലേ സപ്പോർട്ട് ചെയ്യുന്നേ, സൊസൈറ്റിയോ ഈ മതത്തിനെയോ അല്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നിയമത്തെയാണ്. പിന്നെ മാം, ഈ പോളിഗാമി കേസിൽ എങ്ങനെയാണ് ലോ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് പറയാമോ? പോളിഗാമി മുസ്ലിം മാരേജിൽ പോളിഗാമി അലൗഡ് ആണ്, സർട്ടൻ കണ്ടീഷൻസ് ആണ് അതിലുണ്ട്. 4 വരെ കല്യാണം കഴിക്കാം, അതായത് പുരുഷൻ 4 കല്യാണം കഴിക്കാം, ഈക്വൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊരു മിസ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മനഃപൂർവ്വം ഒരു ചെയ്യുന്നതോ അത് കോടതി ഇടപെടുകയും ചെയ്യും. അവർക്ക് എല്ലാവിധമായ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം കൊടുക്കണം. പക്ഷെ അത് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്, 4 വരെ കല്യാണം കഴിക്കാം. പക്ഷെ സർട്ടൻ കണ്ടീഷൻസ് ലോ പ്രൊവൈഡ് പറയുന്നുണ്ട്. ഈ കുറെ ആദ്യത്തെ വൈഫിന്റെ കൺസെന്റ് വേണം, അതേപോലെ തന്നെ എല്ലാരെയും ഒരു ഈക്വലി നോക്കണം. കല്യാണം 2ാമത് കെട്ടിയെന്ന് പറഞ്ഞ ആദ്യത്തെ മെയിൻ്റനൻസ് കൊടുക്കാതിരിക്കരുത്. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ലേഡി അപ്രൂവ് ചെയ്യണം, അങ്ങനെ ഉണ്ടോ? ആദ്യത്തേത് കൺസെന്റ് വേണമെന്നുണ്ട്. പക്ഷെ കൺസെന്റ് ഇല്ലാതെ കല്യാണം കഴിക്കുന്നത് കൊണ്ടില്ല എന്നല്ല, മുസ്ലിംസ് വേറെ കല്യാണം കഴിക്കാറുണ്ട്. പക്ഷെ അതെന്നാലും കോടതി ചിലപ്പോൾ അത് സെറ്റിസൈഡ് ചെയ്യാം. ഒരു റോങ് ആയിട്ട് പോവുകയാണെങ്കിൽ കോർട്ട് ഇടപെടും. അതിന്റെ നിയമം കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷനാണ് മുകളിലിരിക്കുന്നത്. മാരേജും അതിന്റെ ലോസും അല്ല, ഒരാളുടെ എല്ലാ ഡിഗ്നിറ്റിയെയും അല്ലെങ്കിൽ എല്ലാ സെൽഫ് റെസ്പെക്ടിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും മതം വന്നു കഴിഞ്ഞാൽ കോടതി ഇടപെടും. Okay, ma'am. ഇപ്പം മാം, you have been handling so many cases. Do you still believe in marriage? പേഴ്സണലിയോ, എന്റെ വിശ്വാസം ഇല്ല, ഒട്ടും റെലവെന്റ് അല്ല. പക്ഷെ മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അടുത്തോണ്ട് വരുന്നതെല്ലാം ബ്രേക്ക് ആയ മാരേജ് ആണ്. അതായത്
തകർന്നു പോയ മാരേജസ് ആണ്. പുറത്ത് നല്ല മാരേജസ് ഉണ്ട്. അപ്പൊ അതിനകത്തൊരു എനിക്ക് മറുപടി പറയാൻ ഇല്ലട. കാരണം വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ വിശ്വാസം ഉണ്ടെന്നോ വിശ്വാസം ഇല്ലെന്നോ പറയാറില്ല. ഇപ്പൊ എന്റെ മോള് നല്ല ഹാപ്പി ആയിട്ട് മാരീഡ് ആയിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അവള് സിംഗിൾ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഓക്കെ ഹാപ്പിയാണ്. എന്താണെങ്കിലും മാരേജ് ആണെങ്കിൽ ഇല്ലെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കുക. എവരി വൺ ഡിസേർവ് ദാറ്റ്. നമ്മള് സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കണം ആഗ്രഹിക്കുന്നു. പിന്നെ മാം യു ആർ സച്ച് എ സപ്പോർട്ട് സിസ്റ്റം ടു ഓൾ ദ ലേഡീസ് ഔട്ട് ദെയർ. മാമിന്റെ ഒരു ബുക്കും വരുവാണ് അല്ലെ? അപ്പൊ മാം ആ ബുക്കിനെ പറ്റി ഒന്ന് സംസാരിക്കുക. അതിന്റെ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 50 ആയി. 50 ഇപ്പം ഡിസംബറിൽ കഴിഞ്ഞു. 75 പ്രൊഡക്റ്റ് ആണ്. അപ്പോഴേക്കും 50 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ഇത്രയും വന്നു. ഒറ്റയ്ക്കാ വന്നേ കൊറേയൊക്കെ. എന്നിട്ട് എനിക്ക് ഒരു 6 ഇയേഴ്സുള്ള മാരീഡ് ലൈഫേ എനിക്കുള്ളൂ. എന്നിട്ട് ആ 6 ഇയേഴ്സ് ആണ് എന്റെ ഇന്ധനം എന്ന് പറയുന്നത്. പക്ഷെ അതുവരെ വന്നപ്പോഴേക്കും നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച് വന്നപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു കൊച്ചിനെയും കൊണ്ട് ജീവിക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അനുഭവിച്ച കുറെ കാര്യങ്ങള്, പിന്നെ അതിങ്ങനത്തെ ഒക്കെ എല്ലാം വെച്ചിട്ട് ആർക്കെങ്കിലും ഇൻസ്പയർ ആവണമെങ്കിൽ ദിസ് ഇസ് മൈ സ്റ്റോറി. 50 വയതിനിലെ നല്ല ഓർമ്മകളുമായി ആമസോണിലും ഉണ്ട്, ആമസോണിൽ അവൈലബിൾ ആണ്. അത് വലിയ സാഹിത്യ ഭാഷയൊന്നും വിചാരിച്ചിട്ടൊന്നും ഇല്ല. ബാലരമ വായിക്കണ പോലെ വായിച്ചാൽ മതി. അതിനകത്ത് സാധാരണ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും, ഇൻസ്പയർ ആകാൻ പറ്റും. പോലെ ഒന്ന് ഓർമ്മയിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചു. ചൈൽഡ്ഹുഡ് മുതലേ ഉണ്ട്. ഒരു 50 അത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സംരംഭം ചെയ്യണ പോലെ അതുവരെയുള്ള ലൈഫ് എല്ലാം എനിക്ക് ഭയങ്കര ഇതായി. എഴുതി കഴിഞ്ഞപ്പോ ഭയങ്കര ശാന്തതയെ വന്നു. ഇതാണ് മാമിന്റെ ബുക്ക്. നമ്മുടെ ഓഡിയൻസിന് കാണിച്ചു കൊടുത്തോളൂ. 50 വയതിനിലെ ഓർമ്മകളുമായി മുമ്പ്. എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആത്മകഥ ആണെന്ന് പറയും. ഇതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്നെ കുറിച്ചല്ലേ പറയാനോ എഴുതാനോ അറിയാം. ബാക്കിയുള്ളവരുടെ മാനസികാവസ്ഥയൊന്നും എനിക്ക് അറിയുന്നില്ല. ഞാൻ അനുഭവിച്ചതും എനിക്ക് പൊള്ളലേറ്റ വേദനകളും അതിൽ നിന്ന് മോണായതും പിന്നെ കുറെ ഞാൻ പറഞ്ഞ തമാശയുണ്ട് ഇതിനകത്ത്. ഈ നേരത്തെ ക്രിസ്ത്യൻ ബിലീഫ് ഉണ്ടല്ലോ, അതിനകത്ത് പിടിച്ചത് എന്റെ പാരന്റ്സ് ഒക്കെ ഭയങ്കര വിശ്വാസികളാണ്. അപ്പം ഇവിടെ മനുഷ്യ ആകെ ആദ്യം കയറി ഇരിക്കുന്നു, പാനിക് അറ്റാക്ക് വരുന്ന വീഴുമ്പം ഇവര് വിചാരിക്കണം എന്തോ ബാധ കയറി. മനസ്സിലായില്ലേ? ഇവളിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കാരണം നമ്മളാകെ തകർന്നടിച്ചിരിക്കുക. എന്ത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നു, ദേഷ്യം കാണിക്കുന്നു, സംസാരിക്കുമ്പോ ഒച്ച എടുക്കുന്നു, മറ്റൊന്ന് സൈലന്റ് ആയിട്ട് സംസാരിക്കുന്ന ആള്. ആകെ മാറിയപ്പോഴേക്കും ആരോ ഏതോ ഒരു ബച്ചൻ പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ എന്തോ പ്രശ്നം സാത്താന്റെ വൈശാചിക ബന്ധന കമൻഡബിൾ. മാമിന്റെ ഒരു ജേർണിയും മാം ഇത്രയും ലൈറ്റ് ഹാർട്ടഡും ഇത്രയും എല്ലാരെയും നല്ലോണം ഇൻസ്പയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് മാം. മേ യു ഷൈൻ ഈവൻ മോർ, മേ യു ഗെറ്റ് മോർ ആൻഡ് മോർ സക്സസ്. ആൻഡ് നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ എല്ലാം വിഷസ് മാമിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എല്ലാരും ഈ ബുക്ക് റീഡ് ചെയ്യുക ആൻഡ് ഗെറ്റ് ഇൻസ്പയർഡ് ആൻഡ് മേ സക്സസ് റീച്ച് യു ഈവൻ ഗ്രേറ്റർ. ടീഷർട്ട് മീഡിയയ്ക്കും എല്ലാവിധ സക്സസും ഞാൻ ആശംസിക്കുകയാണ്. അതേപോലെ വളരട്ടെ. ഒരുപാട് നല്ല ആൾക്കാർ ഈ കസേരയിൽ വന്നിരിക്കട്ടെ. നമുക്ക് ഒരാളെങ്കിലും മാറ്റാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അപ്പം ഈ യൂട്യൂബ് ചാനൽ കുറച്ചുകൂടെ നല്ലതായിട്ട് വളരട്ടെ. താങ്ക് യു.